മത്തായി സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. കേട്ടെങ്കിൽ ആമേൻ പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് വായിക്കാമോ? മത്തായി സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 41 വരെ ശക്തിയോടെ ശബ്ദമുയർത്തി വായിച്ചേ. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരോ, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. നിനവേക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും. അവർ യോനയുടെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടുവല്ലോ. ഇതാ ഇവിടെ യോനയിലും വലിയവൻ, ഇവിടെ ഇതാ യോനയിലും വലിയവൻ. സ്തോത്രം. 39-ാം വാക്യം 2-ാം ഭാഗം. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല. യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അടയാളം ലഭിക്കയില്ല. ഇന്ന് പകൽ നാം കേൾക്കുന്നതായ ഈ ദൂതിൻ്റെ തലക്കെട്ടതാണ് നാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക്. എല്ലാവരും പറഞ്ഞാട്ട് എന്താണ്? നാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക്. ഒരിക്കൽ കൂടെ, നാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക്. ഫ്രം ദ വേസ്റ്റ് ടു ദ ബെസ്റ്റ്. നാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക്. യേശു കർത്താവ് താൻ വലിയവനെന്ന് വീരവാദം മുഴക്കിയതല്ല, അതായിരുന്നു ഫാക്ട്. അതൊരു ഫിക്ഷൻ അല്ല, അതൊരു ഫാക്റ്റാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. യേശു പറഞ്ഞു, ഞാൻ ദേവാലയത്തെക്കാൾ വലിയവൻ, ഞാൻ ശലോമോനേക്കാൾ വലിയവൻ, ഞാൻ സ്തോത്രം അതെ യാഗത്തെക്കാൾ വലിയവൻ. എബ്രായലേഖനം മുഴുവൻ നിങ്ങൾ വായിച്ചു വരുമ്പോൾ 12 ഗ്രേറ്റ്നസ് ഓഫ് ജീസസ്, യേശുവിൻ്റെ 12 വലിപ്പത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഗംഭീരമായി എബ്രായലേഖനത്തിൽ പറയുന്നു. ദൂതന്മാരെക്കാൾ വലിയവൻ, പ്രവാചകന്മാരെക്കാൾ വലിയവൻ, അതെ പുരോഹിതന്മാരെക്കാൾ വലിയവൻ, രാജാക്കന്മാരെക്കാൾ വലിയവൻ, വിശ്വാസ വീരന്മാരെക്കാൾ വലിയവൻ എന്ന് സ്തോത്രം ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഇതം പ്രഥമമായ ഏറ്റവും വലിയ ജോലിയാണ് യേശുവിനെ മാഗ്നിഫൈ ചെയ്യുക, യേശുവിനെ മഹത്വപ്പെടുത്തുക. ഏതെങ്കിലും ഒരു ചർച്ചിൽ, ഏതെങ്കിലും ഒരു പ്രെയർ ഗ്രൂപ്പിൽ യേശു അല്ലാതെ പാസ്റ്ററാണ് ഉയർത്തപ്പെടുന്നെങ്കിൽ, പ്രസംഗമാണ് ഉയർത്തപ്പെടുന്നെങ്കിൽ, ഇല്ല പ്രവചനമാകട്ടെ, രോഗശാന്തി ആകട്ടെ, സ്ലൈൻ ഇൻ ദ സ്പിരിറ്റ് ആകട്ടെ, വേറെ എന്തെങ്കിലുമൊക്കെയാണ് മുന്തിയ ഇനമായി ഇങ്ങനെ തള്ളി നിൽക്കുന്നെങ്കിൽ അവിടെ നിന്ന് ഓടിക്കോ. കാരണം അവിടെ ചലിക്കുന്നത് ഒരിക്കലും ദൈവത്തിൻ്റെ ആത്മാവല്ല. ദൈവത്തിൻ്റെ ആത്മാവ് പാതിരിയെയും പ്രവാചകനെയും സംഘടനയും പ്രസ്ഥാനത്തെയും അതേ കൃപാവരങ്ങളെയും ഒന്നുമല്ല ഉയർത്തുന്നത്. പിന്നെ എന്തുവാ? പാറ യേശുവിനെയാണ് ഉയർത്തുന്നത്. ഞാൻ നിങ്ങളോട് വളരെ ശഠിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിലും നന്മയാകാൻ, അനുഗ്രഹമാകാൻ, വളരാൻ, നിലനിൽക്കാൻ വേറെ ഒന്നും വളരുവാൻ അനുവദിക്കല്. ഏറ്റവും ഉയർന്നിരിക്കുന്നവൻ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും യേശു തന്നെയായിരിക്കണം. യേശു ആയിരിക്കണം ജീവിതത്തിൻ്റെ സകല മേഖലകളിൽ ദൈവകൃപയാൽ ഉയർന്നിരിപ്പാൻ. മത്തായി 13-ൽ യേശുവിനെ കംഫർട്ടായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല. മത്തായി 13 എന്ന് മാത്രമല്ല, യേശുവിൻ്റെ ഓഡിയൻസ് ഒന്നും ഇതുപോലെ റിസപ്റ്റീവ് അല്ല ചില സ്ഥലങ്ങളിൽ. സുഹൃത്ത് വളരെ മനോഹരമായി സ്ട്രിങ്സിൻ്റെയും പിയാനോയുടെയും മിക്സ് ഇട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടതുകൊണ്ട് എനിക്കിവിടെ ഒന്ന് പ്രസംഗിക്കാൻ വളരെ നല്ല രസമാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ജിസൻ ഗംഭീരമായി പാടി, ക്ലിൻറ്റും എന്നെ നോക്കി നല്ല ചിരിച്ചു. ദാറ്റ് വാസ് സോ ഓസം. പിതാപുത്രൻ പരിശുദ്ധാത്മാവെന്ന പോലെ അവർ സ്തോത്രം അതെ നമുക്കായി ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി. നല്ല അന്തരീക്ഷം. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നു, കർത്താവെ ബലപ്പെടുത്തണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം അതെ എല്ലാം അനുകൂലമാണ്. ചില ഇടങ്ങളിൽ ചില പ്രാസംഗന്മാർ പോകുമ്പോൾ അവരുടെ അണികളുമായി പോകാറുണ്ട്. ആ അണികൾ ഏറ്റവും മുൻനിരയിൽ ഫാൻസ് അസോസിയേഷൻ ക്ലബ്ബായിരിക്കും. അവരിങ്ങനെ ഹൊയ്യാര ഹൊയ്യോ എന്ന് പറഞ്ഞിങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവൻ്റെ ഒരു ഹൈപ്പാണ്. കൊള്ളാം,
ആറന്മുള വള്ളംകളിയല്ല ഞാൻ പറയുന്നത്, സുവിശേഷം. ചില പ്രത്യേക ഫാൻസുമായിട്ടാണ് ചിലർ സഞ്ചരിക്കുന്നത്. പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും അവിശ്വാസികളായിരുന്നു. ചില സമയത്ത് അവർക്ക് പോലും ഭയമായിരുന്നു, നിരാശയായിരുന്നു, അവിശ്വാസമായിരുന്നു. യേശുവിന് സ്തോത്രം അന്തരീക്ഷം സ്തോത്രം മോശമായിരുന്നു. മാത്രമല്ല അവനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ജനമായിരുന്നു അവൻ്റെ മുൻപിലുള്ളത്. അതിനപ്പുറത്ത് മാറി കല്ലെറിവാനായി ജനം കാത്തിരുന്നു. മനസ്സിലാക്കണമേ, ഒരു യഥാർത്ഥ ദൈവദാസന്റെ ത്രാണി ബലം വെളിപ്പെടുന്നത് എല്ലാം അനുകൂലമായിരിക്കുമ്പോഴല്ല. സ്തോത്രം പറയാൻ ജനമില്ലാതിരിക്കുമ്പോൾ, കല്ലെറുവാൻ ജനം കാത്തിരിക്കുമ്പോൾ, ക്രിട്ടിസൈസ് ചെയ്യാൻ ആൾക്കാരുള്ളപ്പോൾ, അപ്പോഴും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അനുകൂല സാഹചര്യങ്ങളൊന്നുമില്ലാതിരുന്നപ്പോൾ കർത്താവ് സൗഖ്യമാക്കേണ്ടവനെ സൗഖ്യമാക്കി, വിടിവിക്കേണ്ടവനെ വിടിവിച്ചു. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ചോദിക്കും, അന്തരീക്ഷം മോശമാണല്ലോ, അന്തരീക്ഷം മോശമാണല്ലോ. ഞാൻ പറയട്ടെ, അന്തരീക്ഷം പുറത്തല്ല, അന്തരീക്ഷം അകത്താണ്. അന്തരീക്ഷം നിങ്ങൾ കേട്ടില്ല, പുറത്തല്ല അന്തരീക്ഷം, അകത്താണ് അന്തരീക്ഷം. കർത്താവേ, ബാക്കിയുള്ളവർ സ്തോത്രം നിനക്ക് അനുകൂലമല്ലോ. അപ്പോൾ യേശു നമ്മെ നോക്കി പറയും, ഞാനാണ് അന്തരീക്ഷം. ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, കീബോർഡ് അല്ല അന്തരീക്ഷം, കൊയറല്ല അന്തരീക്ഷം, സ്തോത്രം മുന്നിലിരിക്കുന്ന ജനമല്ല അന്തരീക്ഷം. തിങ്കൾ മുതൽ ശനി വരെ അന്തരീക്ഷത്തിൽ ജീവിച്ച് ഞായറാഴ്ച എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അന്തരീക്ഷം വെളിപ്പെടുന്നു. ഓ കമാൺ, ഒരിക്കൽ കൂടെ. പ്ലാറ്റ്ഫോമിൽ കയറുന്നതിന് മുൻപ് അന്തരീക്ഷത്തിൽ ജീവിച്ചാൽ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുമ്പോൾ നിന്നിലൂടെ അന്തരീക്ഷം ദൈവകൃപയാൽ വെളിപ്പെടും. സോ 13-ാം അധ്യായം റിയലി ബാഡ്. കാരണം സ്തോത്രം അവർ യേശുവിനെ ക്രിട്ടിസൈസ് ചെയ്യുക. പരീശന്മാർ, സദൂക്കിയർ, അവർ പറയുന്നു ഇവൻ ഭൂതങ്ങളെ, തലവനെ കൊണ്ടാ ഭൂതങ്ങളെ പുറത്താക്കുന്നത്. യേശുവിൻ്റെ ഡെലിവറൻസ് മിനിസ്ട്രിയെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. യേശുവിൻ്റെ രോഗശാന്തി അവർ വിമർശിക്കുകയാണ്. സ്തോത്രം. അതേ അധ്യായത്തിലാണ് കർത്താവ് പറഞ്ഞത്, മലയാളികൾ കേൾക്കട്ടെ, സകല പാപവും ഞാൻ ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിന് എതിരെയുള്ള പാപം ഞാൻ ക്ഷമിക്കയില്ല. അത് ഏത് പാതിരി പറഞ്ഞാലും, ഏത് പ്രാസംഗികൻ പറഞ്ഞാലും, ഏത് പരീശൻ പറഞ്ഞാലും അതുകൊള്ള ഈ അത്ഭുതം വേണ്ട, മറ്റേ രോഗശാന്തി വേണ്ട എന്ന് പറയുവാൻ നിനക്കൊരിക്കലും കഴിയത്തില്ല. കാരണം സഭ നിന്റെ കൊച്ചപ്പന്റെ വകയല്ല, സഭ ദൈവത്തിന്റെ വകയാണ്. ദൈവത്തിന്റെ സഭയിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ചലിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പറയുന്ന പരിശുദ്ധാത്മാവ് കേൾക്കത്തില്ല, പരിശുദ്ധാത്മാവ് പറയുന്നത് നാം കേൾക്കണം. നമുക്ക് പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കേണ്ട, പകരം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കുമാറാകട്ടെ. സോ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്താത്തോട്ട് അതേ ജനം തന്നെ, അതേ പരീശന്മാർ വന്ന് ഇപ്രകാരം പറയുന്നു, ഞങ്ങൾക്കൊരു രസം വേണം, ഞങ്ങൾക്ക് കുറച്ച് നേരമായി ബോറടിച്ചു, ഞങ്ങൾക്കൊരു അടയാളം എന്ന് ചെയ്ത് കാണിച്ചതാ. എന്നാൽ ഞാൻ പറയട്ടെ, ചർച്ച് എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ അല്ല, ചർച്ച് എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ അല്ല. പിന്നെ എന്താണ്? ചർച്ച് മാനിഫെസ്റ്റേഷൻ്റെ ഇടമാണ്. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്ന സ്ഥലമാണ് ദൈവസഭ. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നില്ലെങ്കിൽ അത് സഭയല്ല, അത് ക്ലബ്ബാണ്. ഓ, നിങ്ങൾ കേട്ടില്ല, ഒരിക്കൽ കൂടെ. ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നില്ലെങ്കിൽ അത് സഭയല്ല, അത് ക്ലബ്ബാണ്. ഇന്ന് പകൽ സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ 2.5 മണിക്കൂർ പോയി. എന്താ മിണ്ടാതിരിക്കുന്നത്? കണ്ണ് തുറന്നൊന്ന്, വാ തുറന്നൊന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്ക്. ദൈവത്തിന്റെ സഭയിൽ വെളിപ്പെടേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. കർത്താവിന്റെ സാന്നിധ്യമില്ലെങ്കിൽ സ്തോത്രം അതേ ജീവിതം പാടാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു അതേ അടയാളം ചെയ്യണമെന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്നു, ദോഷവും വ്യഭിചാരവും ഉള്ളതായ തലമുറ അടയാളം തിരയുന്നു. അടയാളം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അടയാളം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ പറയുന്ന പരീശന്മാരുണ്ട്, അങ്ങനെ പറയുന്ന പ്രമാണിമാരുണ്ട്, അടയാളം വേണ്ട. സ്തോത്രം. എന്നാൽ വേദപുസ്തകം പറയുന്നു അടയാളം വേണ്ടെന്നല്ല, ദൈവം അടയാളങ്ങളുടെ ഉടമസ്ഥനാണ്. ദൈവം അടയാളങ്ങളുടെ ഉടമസ്ഥനാണ്. എബ്രായലേഖനം 2-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും കർത്താവ് സ്തോത്രം അതെ ഗ്രേറ്റ് സാൽവേഷൻ, വലിയ രക്ഷയ്ക്ക് വേണ്ടി വഴികളെ ഉണ്ടാക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീരപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷ്യം നിന്നവർ കേട്ടതും നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ, ഇത്ര വലിയ രക്ഷ, എല്ലാവരും പറഞ്ഞാട്ടെ, എന്തോ രക്ഷയാണ്? വലിയ രക്ഷ. കേട്ടില്ല? ഒരിക്കൽ കൂടെ. വലിയ രക്ഷയ്ക്ക് വേണ്ടി ഇന്നും ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും സ്തോത്രം വീര്യപ്രവർത്തികളും ദൈവം ചെയ്യുന്നു. പ്രത്യേകിച്ച് ജാതികളുടെ നടുവിൽ നിന്ന് ജനം കൂട്ടമായി രക്ഷിക്കപ്പെട്ട് ദൈവസഭയിൽ കടന്നു വരുവാൻ ഒരു പാലമായി അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യപ്രവർത്തികൾ വെളിപ്പെട്ട് തന്നെ ആകണം.
സഭയിൽ അത്ഭുതങ്ങളുണ്ട്, സഭയിൽ അടയാളങ്ങളുണ്ട്, വീര്യപ്രവർത്തികളുണ്ട്. അത്ഭുതങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, അടയാളങ്ങൾ പ്രതീക്ഷിക്കണം. ഹല്ലേലൂയ. യേശു മാത്രം അടയാളം ചെയ്യും എന്നല്ല ബൈബിൾ പറയുന്നത്. ഷോക്കടിച്ച് നിൽക്കുന്നവനെ കയറി പിടിക്കുന്നവനും ഷോക്കടിക്കും എന്നതുപോലെ യേശു മാത്രമല്ല അടയാളം ചെയ്തത്, യേശുവുമായി കണക്ട് ചെയ്തിരിക്കുന്ന വിശ്വസിക്കുന്നവരാൽ, യേശുവിനായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ശുശ്രൂഷകനാൽ, യേശുവിനാൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ദൈവദാസനാൽ, യേശുവുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നെങ്കിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായി യാതൊന്ന് കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. സോ യേശു അടയാളങ്ങളുടെ ദൈവമാണ്. യേശുവിൽ വിശ്വസിക്കുന്ന അടയാളങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് അടയാളങ്ങളുണ്ട്. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. അടയാളങ്ങളുണ്ട്, അടയാളങ്ങൾ വേണം. അടയാളങ്ങൾ വെളിപ്പെടുമ്പോഴാണ് ജാതികളിൽ നിന്ന് ജനം ദൈവസഭയിൽ വരുന്നത്. ഇല്ലെങ്കിൽ സ്തോത്രം, അതെ, ആ ദൈവസഭയിൽ ഒരിക്കലും ജനമെത്തുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, എന്നാൽ തിരുവചനത്തിൽ ഇവിടെ ഇതാ അടയാളം വേണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് മുടന്തനെ നടത്തുകയോ, ഊമനെ സംസാരിപ്പിക്കുകയോ, ചെകിടനെ കേൾപ്പിക്കുകയോ, മറ്റേതെങ്കിലും സ്തോത്രം ഒരു മുതുകാട്, അതാ പുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്തോത്രം, അതെ, ഒരു മെജിഷ്യൻ, ഒരു മിമിക് അല്ല കർത്താവ് ചെയ്തത്. ഒരു മാജിക് പോലെ ഭും എന്ന് പറഞ്ഞല്ല കർത്താവ് അത്ഭുതം ചെയ്തത്. മനസ്സിലാക്കുക, കർത്താവ് അത്ഭുതം ചെയ്യുന്നത് തനിക്ക് പേരെടുക്കാനല്ല. കർത്താവ് അത്ഭുതം ചെയ്യുന്നത് താൻ വലിയവനെന്ന് തെളിയിക്കാനല്ല. തൻ്റെ ഗ്ലാമറിന് വേണ്ടിയല്ല യേശു അത്ഭുതം ചെയ്യുന്നത്. ഇന്ന് ഏതെങ്കിലും ശുശ്രൂഷകന്മാർ തങ്ങളുടെ ഗ്ലാമറിന് വേണ്ടി അത്ഭുതം പെരുപ്പിക്കുന്നെങ്കിൽ നോ, ഇറ്റ് ഈസ് നോട്ട് ഹോളി സ്പിരിറ്റ്. താൻ വലിയവനെന്ന് കാണിക്കാനല്ല യേശു അത്ഭുതം ചെയ്തത്. ജനത്തെ കണ്ട് സ്നേഹിച്ച് മനസ്സലിഞ്ഞ് ജനത്തിന് വേണ്ടിയാണ് കർത്താവ് അത്ഭുതം ചെയ്തത്. ജനത്തിന് വേണ്ടിയാണ് അത്ഭുതം ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ പിയാനോ പ്ലേ ചെയ്യുന്നെങ്കിൽ നമുക്ക് പിയാനോ മ്യൂസിക് ഇഷ്ടമാണ്. മ്യൂസിക് ഇഷ്ടമായത് കൊണ്ടാണ് നമ്മളത് പ്ലേ ചെയ്യുന്നത്. ഇതുപോലെ കർത്താവ് കുഷ്ഠരോഗിയെ തൊട്ടത്, യേശു ലാസനെ പുറത്തു കൊണ്ടുവന്നത്, യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയത് താൻ വലിയവനെന്ന് കാണിക്കാനല്ല. യേശുവിന് ആരുടെയും ലേബൽ വേണ്ട, യേശുവിന് ആരുടെയും കയ്യടി വേണ്ട, യേശുവിന് ആരുടെയും എക്സ്ട്രാ അഡ്വർടൈസ്മെന്റ് വേണ്ട. അങ്ങനെയാണെങ്കിൽ ശുശ്രൂഷ ബിസിനസ് ആണ്. എന്നാൽ ശുശ്രൂഷ കച്ചവടമല്ല. ശുശ്രൂഷ എന്ന് പറയുന്ന സർവീസാണ്. അതുകൊണ്ട് യേശു തൻ്റെ മറ്റുള്ളവരുടെ അറ്റൻഷനെ കിട്ടാനല്ല അവൻ അത്ഭുതം ചെയ്തത്. ജനത്തെ തന്നിലേക്ക് ആകർഷിക്കാനല്ല കർത്താവ് അത്ഭുതം ചെയ്തത്. ദാറ്റ് മീൻസ് സ്തോത്രം, അതെ, താൻ വലിയവനെന്ന് പെരുപ്പിച്ച് കാണിക്കാനല്ല യേശു അത്ഭുതം ചെയ്തത്. ജനത്തെ സ്നേഹിച്ചു, അവൻ അത്ഭുതം ചെയ്തു. ഇന്ന് പകലും യേശു, അതേ യേശു ജനത്തെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്ന യേശു ഇന്ന് പകലും നിന്നെ തൊടുന്നു, നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നു. സോ മുടന്തനെ നടത്തി, കുരുടനെ സൗഖ്യമാക്കി, ഊമനെ സംസാരിപ്പിച്ച്, അങ്ങനെയുള്ള എന്തേലും കാണിച്ച്, എന്തേലും അതെ ഈ പരീശന്മാരുടെ കയ്യടി കിട്ടാനായിട്ട്, ഈ വിമർശിക്കുന്നവരെ തൻ്റെ പോക്കറ്റിലാക്കാനായി, ഈ കുറ്റം പറയുന്നവരുടെ വായടക്കാനായി കർത്താവ് എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട്, ഒരു വിദ്യ കർത്താവ് ചെയ്തില്ലെന്ന് മാത്രമല്ല, കർത്താവ് പഴയ നിയമത്തിലേക്ക് തിരിഞ്ഞു നോക്കി. ഉമാർക്കെല്ലാം പഴയ നിയമം ഭയങ്കരമായിട്ട് അറിയാം കേട്ടോ, ഭയങ്കരമായിട്ട് വചനം അറിയാമെന്നുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് കർത്താവ് സ്തോത്രം ആ പഴയ നിയമത്തിലെ ഒരു സംഭവത്തെ പിക്ക് ചെയ്ത്, ആരും ചിന്തിച്ചിട്ടില്ലാത്തത്, ആരും സ്തോത്രം പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഒരു കാര്യം, സ്തോത്രം, അതെ, ഇവർക്ക് വചനം അറിയാമെങ്കിൽ ഈ നിൽക്കുന്നവനാരാ? വചനം ജഡമായി തീർന്നവനായി നിൽക്കുന്നേ. ഹല്ലേലൂയ. ആ പഴയ നിയമത്തിൽ ഒരു ഇൻസിഡന്റ് പിക്ക് ചെയ്തിട്ട് അവൻ പറഞ്ഞു, യോനയുടെ അടയാളം. എല്ലാവരും പറഞ്ഞാട്ടെ, ആരുടെ അടയാളം? യോനയുടെ അടയാളം. ആദ്യം ഞാൻ ചിന്തിച്ചു, യോനയുടെ അടയാളം. ഞാൻ വിചാരിച്ചു അബ്രഹാമിന് മക്കളുണ്ടാക്കിയതോ, മോശയുടെ വിക്ക് മാറിയതോ, ചെങ്കടൽ കടന്നതോ, അങ്ങനെയുള്ള തീ കർമ്മേലിൽ വെളിപ്പെട്ടതോ, ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ തീ കർമ്മേലിൽ വെളിപ്പെട്ടതോ, എലീശ പ്രാർത്ഥിച്ചപ്പോൾ മറ്റേ സ്തോത്രം ചെറുക്കൻ എഴുന്നേറ്റതോ, അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ വിചാരിച്ചു. പക്ഷേ എൻ്റെ കർത്താവ് സ്തോത്രം, അവൻ വചനം വളരെ നന്നായി അറിയുന്നവൻ. ഒരു പ്രാസിംഗൻ പറയാത്തത്, ചാൾസ് സ്പർജന് വെളിപ്പെടാത്തത്, ഡെറി പ്രിൻസ് ടീച്ച് ചെയ്യാത്തത്, കെന്നത്ത് ഹേഗൻ കൊണ്ട് നടക്കാത്തത്, DGS ദിനകരൻ കോട്ട് ചെയ്യാത്തത്, സ്തോത്രം, നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ലാത്ത ദൈവവചനം, സഭ കേട്ടിട്ടില്ലാത്തത്, ആരും എഴുതാത്തത്, ഇന്ന് പകലും സ്തോത്രം, അതെ, പരിപാലിക്കുന്ന കർത്താവ് വേറെ ഒന്നുമല്ല അവൻ കോട്ട് ചെയ്തത്. ദ ഗ്രേറ്റ് സൈൻ, ഏറ്റവും വലിയ അടയാളമായി കർത്താവ് പറഞ്ഞത് യോനയുടെ അടയാളം. രണ്ടുപേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞാട്ടെ, യോനയുടെ അടയാളം.
പെട്ടെന്ന് പറഞ്ഞേ, യോനയുടെ അടയാളം. നാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക് എന്ന ഈ തലക്കെട്ടിൽ കേൾക്കണം. സ്തോത്രം. അതേ, കർത്താവിൻ്റെ കൃപയാൽ യോനയുടെ അടയാളം. യോന എന്ന പദത്തിന് അർത്ഥം ഡാവ്, പ്രാവ് എന്നാണ്. പ്രാവ് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്ന സ്തോത്രം ഒരു പക്ഷിയാണ്, നമുക്കറിയാം. യോന എന്ന് പറയുന്നവൻ യെരുശലേമിലുള്ളതായ ഒരു സ്തോത്രം പ്രവാചകൻ അല്ല. നോർത്തേൺ റീജിയനിൽ നിന്ന്, യെരുശലേം സൗത്തിലാണ്, അതേ നോർത്തേൺ റീജിയനിൽ നിന്ന് വാഗ്ദത്ത ഭൂമിയുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ വടക്കേ ഭാഗത്തു നിന്ന് കടന്നുപോയ 2 പ്രവാചകന്മാരെ നിങ്ങൾക്ക് കാണുവാൻ തൊക്കണം കഴിയും. സ്തോത്രം. ആ 2 പ്രവാചകന്മാർ ഒരു സ്ഥലത്ത് നിന്നാണ് പുറപ്പെട്ടത്. അവർ ഒരു സ്ഥലത്തേക്കാണ് പോയത്. അവർ 2 പേരും പറഞ്ഞത് ഒരേ ദൂതുമായിരുന്നു. ഒരിക്കൽ കൂടെ, അവർ പുറപ്പെട്ടത് ഒരു സ്ഥലത്ത് നിന്നാണ്, അവർ പോയത് ഒരു സ്ഥലത്തേക്കാണ്. സ്തോത്രം. അവർ പറഞ്ഞത് ഒരു ദൂതുമാണ്. ആര് സ്തോത്രം പറയാത്തതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ പറയാം. 2 മൈനർ പ്രോഫറ്റ്സ്. സ്തോത്രം. 2 അപ്രധാനമായ പ്രവാചകന്മാർ. ഒന്ന് യോന, മറ്റൊന്ന് നഹൂം. നഹൂമിനെ എത്ര പേർ കേട്ടിട്ടുണ്ട്? നഹൂം, റിയലി? നഹൂം. സ്തോത്രം. കഫർ നഹൂം. കഫർ നഹൂം. കഫർ എന്ന് പറഞ്ഞാൽ ഗ്രാമം, നഹൂം എന്ന് പറഞ്ഞാൽ സ്തോത്രം ഒരു വ്യക്തിയുടെ പേര്. കഫർ നഹൂം. കഫർ നഹൂം എന്ന് പറഞ്ഞാൽ നഹൂമിൻ്റെ ഗ്രാമം. നഹൂമിൻ്റെ ഗ്രാമം, അതാണ് കഫർ നഹൂം. ആ കഫർ നഹൂം നസ്രേത്തിന് അടുത്ത് കിടക്കുന്നതായ ഒരു സ്ഥലമാണ്. നസ്രേത്തിൽ നിന്നാണ് ഈ യോന പുറപ്പെട്ടത്. അതിനടുത്ത് നിന്നാണ് സ്തോത്രം നഹൂമും പുറപ്പെട്ടത്. നസ്രേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്നാണ് സാധാരണ ജനം ചോദിച്ചത്. കാരണം വലിയ പ്രവാചകന്മാരായ യെശയ്യാവ്, യിരെമ്യാവ്, എസെക്കിയേൽ ഒന്നും സ്തോത്രം ആ വടക്കൻ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് ചരിത്രം പറഞ്ഞു ദൂതിലേക്ക് വരാം. സ്തോത്രം. ആ വടക്കൻ ഭാഗത്ത് നിന്ന് ഈ മൈനർ പ്രോഫറ്റ്സ് ആയ, ഈ ജൂനിയേഴ്സ് ആയ അപ്രധാന പ്രവാചകന്മാർ എന്ന് പറയുന്ന ഈ 2 പേർ മാത്രമാണ് ആ സ്ഥാനത്ത് നിന്ന് പുറപ്പെട്ടത്. അതൊരു ഇന്റർനാഷണൽ സെന്റർ ആയിരുന്നു. യൂറോപ്പിൽ നിന്ന് സ്തോത്രം അതെ താഴേക്ക് വന്നാലും ആഫ്രിക്കയിൽ നിന്ന് മേലേക്ക് പോയാലും നസ്രേത്ത് വഴിയുള്ളതായ 2 റോഡിലൂടെയാണ്, 2 റോഡുകളുടെ സംഗമവേദിയാണ് അത്. ഒരു വലിയൊരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിങ്ങൾ നിൽക്കുമ്പോൾ, അത് ബോംബെ ആണോ, ലണ്ടൻ ആണോ, ന്യൂയോർക്ക് ആണോ, എല്ലാ നാഷണാലിറ്റീസ് അവിടെ കടന്നു വരുന്നത് പോലെ സ്തോത്രം അതേ അന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള, അന്ന് അറിവുള്ളതായ യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ മുഴുവൻ ഉള്ളതായ ജനത്തിൻ്റെ ഒരു സമ്മേളന നഗരിയായിരുന്നു ഏത്? നസ്രയത്തിൻ്റെ ആ പ്രാന്തപ്രദേശം. സോ അവിടെ നിന്നാണ് സ്തോത്രം ഈ പ്രവാചകന്മാർ വന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് മഗിഡോ എന്ന് പേരുള്ളതായ ഒരു കുന്നുള്ളത്, ഒരു താഴ്വരയും കുന്നുമായ മഗിഡോ എന്ന സ്ഥലം. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മഗിഡോ? മഗിഡോ കേട്ടിട്ടുള്ളവർ ചുരുക്കമായിരിക്കും. അടുത്ത പദം കേൾക്കുക. മഗിഡോയുടെ വേറൊരു പദം നിങ്ങൾ കേട്ടിരിക്കും, അർമഗദോൻ. അർമഗദോൻ എന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. അർമഗദോൻ, ഫൈനൽ ബാറ്റിൽ. മനസ്സിലാക്കണം. അപ്പോൾ അന്നേ അത് ഭൂഖണ്ഡങ്ങൾ തമ്മിൽ യോജിക്കുന്ന സ്ഥലമെന്ന് ഞാൻ പറഞ്ഞു. ഭൂഖണ്ഡങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യാണ്. യൂറോപ്പിനെ കണക്ട് ചെയ്യുന്നു, ആഫ്രിക്കയെ കണക്ട് ചെയ്യുന്നു, ഏഷ്യ കണക്ട് ചെയ്തു, അങ്ങ് ചൈന വരെയുള്ള ഏഷ്യ കണക്ട് ചെയ്യുന്നു. എക്സാക്ട്ലി അതേ സ്തോത്രം എപ്പിസോഡാണ് അന്ത്യകാലത്ത് വീണ്ടും ആവർത്തിക്കുന്നത്. അതേ മെഗിഡോയിലാണ്, അതേ അർമഗദോനിലാണ് ലോകത്തിലെ സകല സൈന്യങ്ങളും വിശുദ്ധന്മാർക്കെതിരെ, അതായത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുവാൻ അതേ സ്ഥലത്താണ് കൂടി വരുന്നത്. സ്തോത്രം. വിഷയം ഇതാണ്. സ്തോത്രം. യോനയും നഹൂമും പുറപ്പെട്ടത് ആ സ്ഥലത്തേക്കാണ്. അവർ പോയത് അശൂരിൻ്റെ തലസ്ഥാനമായ സ്തോത്രം നിനവേ എന്ന പട്ടണത്തിലേക്കാണ്. നിനവേ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും വലിയ പട്ടണങ്ങളിൽ ഒന്നായ പട്ടണത്തെ പോലെ ഇരിക്കും. BC 8-ാം നൂറ്റാണ്ടിൽ, ഇന്നേക്ക് 2800 വർഷങ്ങൾക്ക് മുമ്പ്, ഇന്ന് നിങ്ങൾക്ക് കാണുന്നതായ ടോക്കിയോ വലിയൊരു പട്ടണമാണ്. അതുപോലെ ന്യൂയോർക്ക് വേറൊരു വലിയ പട്ടണമാണ്. നമ്മുടെ ഡൽഹി അതുപോലെ വലിയൊരു പട്ടണമാണ്. എന്നതുപോലെ ഏറ്റവും വലിയൊരു മഹാനഗരമായിരുന്നു സ്തോത്രം ഏത് പട്ടണം? ഈ നിനവേ എന്ന് പറയുന്നത്. അശൂരിൻ്റെ തലസ്ഥാനമാണ് നിനവേ. അശൂർ എന്ന് പറയുന്നത് മഹാനീചന്മാരായ സ്തോത്രം വ്യക്തികളായിരുന്നു. ആ പ്രദേശം മുഴുവൻ സ്ഥാപിക്കപ്പെട്ടതും ആ പ്രദേശം മുഴുവൻ സ്തോത്രം ഭരിച്ചതും നിമ്രോദ് എന്ന് പറയുന്നവൻ ആയിരുന്നു. അവനൊരു വേട്ടക്കാരനാണ്, ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹത്തെ തുടർന്ന് നിങ്ങൾക്ക് അശൂർ ഈ യോനയുടെ കാലത്ത്, നഹൂമിൻ്റെ കാലത്ത് ഏറ്റവും ഭൂപരപ്പിൽ ഏറ്റവും വലിയ ബ്ലഡി നേഷൻ, രക്തച്ചൊരിച്ചിലിൻ്റെ ഒരു സ്ഥലമായിരുന്നു സ്തോത്രം ഈ
അശൂർ പാളയം, അല്ലെങ്കിൽ അശൂർ സ്തോത്രം, അതേ പട്ടണങ്ങൾ, അശൂർ ഗ്രാമം. ഇങ്ങനെയാണ് ചരിത്രത്തിൽ ഞാൻ കണ്ടത്. അവർ ചില പിരമിഡുകൾ ഉണ്ടാക്കിയിരുന്നത് മനുഷ്യൻ്റെ അസ്ഥികളും മനുഷ്യൻ്റെ തലയോട്ടികളും കൊണ്ടായിരുന്നു. അത്രയ്ക്ക് ഭയങ്കരമായി ശത്രുക്കളോട് അവർ ക്രൂരമായി പെരുതിയിരുന്നു. അവരുടെ ചില പിരമിഡുകൾ അസ്ഥികൾ മാത്രമുണ്ടായിരുന്നു, ചില പിരമിഡുകളിൽ തലയോട്ടികൾ മാത്രമുണ്ടായിരുന്നു. അത്ര വലിയ സ്തോത്രം, അതേ ക്രൂരന്മാരായ ഒരു ജനമായിരുന്നു ആ അശൂർ സ്തോത്രം ജനം. സോ അവരുടെ അടുക്കലേക്ക് 2 പ്രവാചകന്മാരെ കർത്താവ് അയക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ആ പ്രവാചകന്മാരെ കർത്താവ് അയച്ചത്? കർത്താവ് അവരോട് സംസാരിച്ചത് അവിടെ പാപത്തിൻ്റെയും ക്രൂരതയുടെയും വഴിയിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് അഥവാ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരുവാൻ. ശ്രദ്ധിക്കണമേ, സ്തോത്രം, ഒരു പ്രവാചകനാണെങ്കിൽ അവന് 2 ദൂതുകൾ ഉണ്ട്. ഒന്ന് ആശ്വാസത്തിൻ്റെ ദൂതുണ്ട്, മറ്റൊന്ന് മാനസാന്തരത്തിൻ്റെ ദൂതുണ്ട്. ഒരു നല്ല പ്രവാചകനാണെങ്കിൽ സ്തോത്രം അവൻ ആശ്വാസത്തിൻ്റെ ദൂതുണ്ട്, മറ്റൊന്ന് മാനസാന്തരത്തിൻ്റെ ദൂതുണ്ട്. ഒരു കെട്ട പ്രവാചകനാണെങ്കിൽ അവൻ ആശ്വാസം മാത്രമേ ഉള്ളൂ. നോ, ആശ്വാസം മാത്രം പറയുന്നെങ്കിൽ അത് അപകടമാണ്. ഫീൽ ഗുഡ് ക്ലബ്ബുകളായി പാസ്റ്റർ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന, നോ, അതല്ല ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ബാലൻസ് മിനിസ്ട്രി എന്ന് പറയുന്നത്. സ്തോത്രം, ദൈവജനം ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റുമ്പോൾ, അല്ലെങ്കിൽ ജനം വഴിയിൽ നിന്ന് ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് തെറ്റുമ്പോൾ അവളെ റിബ്യൂക്ക് ചെയ്യുന്ന, അവരെ ശാസിക്കുന്ന ശാസനയുടെ ദൂതുകളും നല്ല പ്രവാചകന്മാരിൽ നിന്ന് പുറപ്പെടാറുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച തന്നെയാണ്. ആരും സ്തോത്രം പറയുന്നില്ല, കാരണം ഇത് കേൾക്കാൻ ജനത്തിന് ഇഷ്ടമല്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കുക, ഫീൽ ഗുഡ് അല്ല ദൈവത്തിൻ്റെ സഭ. ന്യായവിധി ദിവസത്തിൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബ്രദർ സുരേഷ് ബാബുവിനെ അപ്രീഷിയേറ്റ് ചെയ്യും. കാര്യം എന്തെന്നറിയോ? എൻ്റെ അത്തരത്തിലൂടെ നിനക്ക് ഇഷ്ടപ്പെട്ടത് പറയാനല്ല ദൈവം എന്നെ അയച്ചിരിക്കുന്നത്, എന്നെ അയച്ചവനെ ഇഷ്ടപ്പെടുത്താനാണ് എനിക്ക് നിയോഗം. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തിൻ്റെ വഴിയിൽ നടക്കുന്നതായ ജനത്തിന് വാർണിംഗ് നൽകുവാൻ സ്തോത്രം യോന കടന്നുപോയി. യോന തൻ്റെ മിഷനിൽ സക്സസ് ആയി. അതാണ് അവൻ്റെ പ്രശ്നം. നമ്മളത് കാണുവാൻ പോകുന്നു. യോന തൻ്റെ ശുശ്രൂഷയിൽ സക്സസ് ആയി. ഒരു ശുശ്രൂഷയുടെ സക്സസ് എന്ന് പറയുന്നത് എത്ര പേർ കൂടി വന്നു എന്നല്ല, എത്ര ജനം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിടുവിക്കപ്പെട്ടു, ദൈവത്തോട് അടുത്തു. അതാണ് ഒരു ശുശ്രൂഷയുടെ സക്സസ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഞാൻ ഇന്ന് അല്പം ഡീപ്പായിരിക്കും, ഐ എം സോറി. സ്തോത്രം, ഒരു ശുശ്രൂഷയുടെ സക്സസ്, ഞാൻ ട്രാവൽ ചെയ്യുന്ന ആളാണല്ലോ. സ്തോത്രം, ഒരു ശുശ്രൂഷയുടെ സക്സസ് എനിക്ക് എത്ര ലക്ഷങ്ങൾ കിട്ടുന്നു, എൻ്റെ പെട്ടി എത്ര നിറയുന്നു, അതല്ല സക്സസ്. എത്ര ജനം കൂടി വന്നു, അതല്ല സക്സസ്. ആരൊക്കെ മീറ്റിങ്ങിന് വന്നു, അതല്ല സക്സസ്. എൻ്റെ ഫോട്ടോ കൊണ്ട് ആരൊക്കെ ലൈക്ക് ചെയ്തു, ഇതൊന്നുമല്ല സക്സസ്. ഒരു മീറ്റിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത് വരുന്ന പ്രാസിങ്ങിന് 4 കൺവെൻഷൻ കൂടെ അതിൻ്റെ അടുത്ത് കിട്ടുന്നതല്ല സക്സസ്. വരുന്ന ആത്മാക്കൾ ക്രിസ്തുവിൽ പണിയപ്പെടുന്നതും നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്നതാണ് ഒരു മീറ്റിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. നഹൂം അശൂറിൻ്റെ തലസ്ഥാനമായ നിനിവേയിൽ പോയപ്പോൾ അവൻ പരാജയപ്പെട്ടു. നഹൂം പറഞ്ഞത് യോന പറഞ്ഞതുപോലെ മാനസാന്തരത്തിൻ്റെ ദൂതായിരുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞ എന്തോ ദൂതായിരുന്നു? പറ. മാനസാന്തരം. അതൊരു പോളിഷിംഗ് അല്ല, മാനസാന്തരത്തിൻ്റെ ദൂതായിരുന്നു. സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അരമുറുക്കുക, നിന്നെ തന്നെ നന്നായി ശക്തീകരിക്കുക, നല്ലവണ്ണം ശക്തീകരിക്കുക. പക്ഷേ സ്തോത്രം, യോന പറഞ്ഞിട്ട്, നഹൂം പറഞ്ഞിട്ട് അവർ കേട്ടില്ല. തുടർന്ന് നിങ്ങൾക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും, ആക്ച്വൽ സുനാമി തന്നെ കടന്നു വന്ന് സുനാമി നിമിത്തം സ്തോത്രം തിരമാലകൾ അതിഗംഭീരമായി ഉയർന്ന മണ്ഡലത്തിൽ കടന്നു വന്ന് ആ നിനവേ പട്ടണത്തെ തകർത്ത് കളഞ്ഞു. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന ഈ പകലും കൽക്കൂമ്പാരമായി നിനവേ തകർന്നു കിടക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ഒരു പ്രവാചകനാകട്ടെ, ഒരു പ്രാസംഗനാകട്ടെ, ഒരുവൻ പോയി ഒരു ദൂത് കൈമാറുമ്പോൾ ജനം മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ആ പ്രാസംഗൻ അവിടെ പരാജയപ്പെടുകയാണ്. സോ സ്തോത്രം, നഹൂം തൻ്റെ മിഷനിൽ പരാജയപ്പെട്ടു, യോന തൻ്റെ മിഷനിൽ ജയിച്ചു. യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഒരു എക്സാമ്പിളായി കോട്ട് ചെയ്തത് തോറ്റവന്മാരെ കുറിച്ചല്ല യേശു പറഞ്ഞത്, യേശു ജയിച്ചവനെ കുറിച്ചാണ് പറഞ്ഞത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, നിങ്ങളുടെ കമ്പനി, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വീണവൻ ആയിരിക്കല്ല, നിൽക്കുന്നവനായിരിക്കണം. കർത്താവിന് വേണ്ടി നടക്കുന്നവനായിരിക്കണം, കർത്താവിന് വേണ്ടി ഓടുന്നവനുമായിരിക്കണം. കരങ്ങൾ അടിക്കുന്നെങ്കിൽ നന്നായി കരങ്ങൾ അടിച്ച്
ഹല്ലേലൂയ. സ്തോത്രം. സോ അതേ സ്തോത്രം, യോനയെ കർത്താവ് യേശു ഇതാ കോട്ട് ചെയ്യുന്നു. കാരണം യോന സ്തോത്രം തൻ്റെ മിഷനിൽ സക്സസ് ആയി. യോന എന്ന് പറയുന്നവൻ ഇസ്രായേലിൻ്റെ ഒരു മെസ്സഞ്ചർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു പോയ ശത്രുക്കളുടെ അടുക്കലേക്ക് പോലും കടന്നുപോയ ഒരു മിഷണറി ആയിരുന്നു യോന. യോന ഒരു മിഷണറി പോലെ ആരൊക്കെ എഴുതുന്നു അടുത്ത സെന്റൻസ്, യോന ഒരു ട്രാക്ട് പോലെയാണ്, രക്ഷിക്കപ്പെടാത്തവർക്ക് കൊടുക്കുന്ന ഒരു ട്രാക്ട് പോലെ അശൂരിൽ കിടക്കുന്നതായ ആ ജനത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ അടുക്കലേക്ക് അടുപ്പിപ്പാൻ യോനയെ ദൈവം ഒരു മാനസാന്തരത്തിന്റെ ദൂതുമായി അയക്കുകയാണ്. ശ്രദ്ധിക്കുക, യോനയ്ക്ക് ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായി. ഈ ഇൻട്രഡക്ഷനോടെ നമ്മൾ ദൂതിലേക്ക് പ്രവേശിക്കുന്നു. ശബ്ദം ഉയർത്തി എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. യെസ്, യോന പ്രവാചകനാണ്. 1 കൊരിന്ത്യർ 14 പറയുന്നു, ഇന്ന് ചില VIP പ്രാസംഗികന്മാർ ഏതോ ജില്ലകളിൽ 1, 2, 3 മാത്രം ഇരിക്കും എന്നല്ല ഈ വിശുദ്ധ പുസ്തകം പറയുന്നത്. ഒരു ഉപകാരം ചെയ്യണം, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണമെന്ന്, എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമെന്ന് പറയുന്നവർ കരങ്ങൾ ഒന്ന് ഉയർത്തിയാട്ടെ പ്ലീസ്. ദയവായി എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യുമെന്ന് കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കൈ ഉയർത്താത്തവർ എന്നെ കണ്ടിട്ട് പോണേ. സ്തോത്രം. അതെ, ഉപകാരം ചെയ്യുമെന്ന് പറയുന്നവർ കൈ ഉയർത്തി 3 പേരെ തൊട്ട് പറയണം, നമുക്കും പ്രവചിപ്പാൻ കഴിയും. പെട്ടെന്ന് പറയുന്നേ, നമുക്ക് പ്രവചിക്കാൻ കഴിയാം. തോമസ് അങ്കിൾ ഉൾപ്പെടെ എല്ലാവരും പറയണം, നമുക്കും പ്രവചിപ്പാൻ കഴിയും. കാരണം അപ്പോസ്തലൻ എങ്ങനെ പറയുന്നു, സ്തോത്രം, നിങ്ങളെല്ലാവരും വിശേഷാൽ പ്രവചിക്കണം. കേട്ടോ, നിങ്ങളെല്ലാവരും ഈ ദിവസം മുതൽ വിശേഷാൽ പ്രവചിക്കണം. ഒന്നുമില്ലെങ്കിൽ സ്വന്തം കണ്ണാടിയുടെ മുൻപിൽ നിന്ന് തന്നെ നിങ്ങൾ പറയണം, നിങ്ങൾ താഴ്ചയല്ല, നീ ഉയർച്ച പ്രാപിക്കും. ശത്രു ഒരു വഴിയായി നിന്റെ വരും, 7 വഴിയായി നിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോകും. നിനക്കെതിരെ വരുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. ഞെരുക്കത്തിലിരിക്കുമ്പോൾ എൻ്റെ ദൈവം എനിക്ക് വിശാലത വരുത്തും. എൻ്റെ മറുപടിയുടെ ദിവസങ്ങളാണെന്ന് നിന്നെക്കുറിച്ച് തന്നെ ദൈവകൃപയാൽ പോസിറ്റീവായി, നന്മയായി, അനുഗ്രഹമായി, വിടുതലായി പറഞ്ഞു നടന്നാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അതേ തിരുവചനം പറയുന്നു, പഴയ നിയമത്തിൽ ചിലർ മാത്രം VIP പ്രാസംഗികന്മാരായി ഉണ്ടായിരുന്നു, അവർക്ക് മാത്രം അരുളപ്പാടുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ അയ്യോ അരുളപ്പാട് പ്രാപിപ്പാൻ ചിലരുടെ അടുക്കിലേക്ക് പോകാം. നോ, എൻ്റെ പേര് ഫോർച്യൂൺ ടെല്ലിംഗ് ആണ്. സ്തോത്രം. പ്രൊഫസി അല്ല ഫോർച്യൂൺ ടെല്ലിംഗ് എന്ന് പറയുന്നത്, കുറി പറയുന്നതല്ല പ്രവചനം. കേട്ടവർ ആമേൻ പറഞ്ഞേ. ആത്മീയ വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി സംസാരിക്കുന്നതാണ് സ്തോത്രം ദൈവത്തിൻ്റെ ദൂത്. സോ മനസ്സിലാക്ക്, സ്തോത്രം, ഇന്നും ദൈവം പ്രവചനത്തിലൂടെ, പ്രവചനാത്മാവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ പ്രൊഫറ്റിക് പിക്ചേഴ്സ് ദൈവം നിങ്ങൾക്ക് നൽകുന്നു. സ്തോത്രം. ഉണർന്നിരിക്കുമ്പോൾ ഒരു കുടുംബത്തെക്കുറിച്ച്, സ്തോത്രം, ഒരു വ്യക്തിയെക്കുറിച്ച് കർത്താവ് ചില ആലോചനകൾ നൽകുന്നെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, അത് വിഷനാണ്, അത് ദർശനങ്ങളാണ്. നിങ്ങൾ ഉണർന്നിരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകുന്നത് ദർശനങ്ങളാണ്. എല്ലാവരും പറഞ്ഞേ, ദർശനങ്ങൾ. ഇത് പറഞ്ഞിട്ടിരിക്കുന്നത് ചുമ്മാ കഥയല്ല, പകരം ദൈവകൃപയാൽ ഇത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഇംപാർട്ടേഷൻ, ഇതിൻ്റെ ഒരു ആത്മവ്യാപനം ദൈവജനത്തിന്മേൽ ദൈവകൃപയാൽ ഉണ്ടാകട്ടെ. യെസ്, ദർശനങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുകയായിരിക്കാം, ആത്മാവിൽ ചിന്തിച്ചിരിക്കുകയായിരിക്കാം. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നത്, ആത്മാവിലാണ് നാം ചിന്തിക്കുന്നത്. സ്തോത്രം. സോ നിങ്ങൾക്ക് വ്യക്തികളെക്കുറിച്ച്, കുടുംബങ്ങളെക്കുറിച്ച് അതേ പ്രൊഫറ്റിക് പിക്ചേഴ്സ് ദൈവം നൽകുന്നു. ഉണർന്നിരിക്കുമ്പോൾ ദർശനങ്ങൾ. അതേ വ്യക്തി തന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം സ്വപ്നങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആന ഓടിക്കുന്നതും കുതിര ചവിട്ടുന്നതുമായ ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, ഡീമണിക് സ്വപ്നങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പ്രവേശനം ഇല്ല. കാരണം അത് നിങ്ങളുടെ വീടല്ല, അത് കർത്താവിൻ്റെ വീടാണ്. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നതുമില്ല, ഉറങ്ങുന്നതുമില്ല. അതുകൊണ്ട് ദൈവകൃപയാൽ സ്തോത്രം, ഇന്ന് ദൈവം ദർശനങ്ങളുടെ മാത്രമല്ല, അവൻ സ്വപ്നങ്ങളുടെയും സംസാരിക്കട്ടെ. ഈ മുന്നിലിരിക്കുന്ന കുട്ടികൾ എല്ലാവരും എന്നെ നോക്കണം. ഈ ദിവസങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് വന്ന്, മാമി ഇന്നലെ രാത്രി ഉമ്മാക്കി എന്നെ കൊത്താൻ ഓടിച്ചു, കുട്ടൂസൻ അതെ ലുട്ടാപ്പി എന്നെ കുന്തം കൊണ്ട് ഓടിച്ചു. നോ, ഇതല്ല ഈ പിള്ളേര് ഈ അന്ത്യകാലത്ത് പറവാൻ വേണ്ടി പോകുന്നത്. ഈ കൊച്ചുമക്കൾ ഈ ദിവസങ്ങളിൽ ഈ അന്ത്യകാലത്ത് ആത്മാവിന്റെ പ്രബുദ്ധത വർദ്ധിക്കുന്നത് കൊണ്ട് കുഞ്ഞുമക്കൾ തന്നെ രാവിലെ എഴുന്നേറ്റ് ദൂതന്മാരെ കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും കർത്താവിന്റെ വചനത്തെക്കുറിച്ചും പ്രവചിക്കുന്ന, ദർശനങ്ങൾ കാണുന്ന വലിയ മഹത്വത്തിന്റെ മേഖലകൾ ദൈവകൃപയാൽ നിങ്ങളിൽ പെരുകി വരുമാറാകട്ടെ. കരങ്ങൾ അടിച്ചു വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ.
ഹല്ലേലൂയ. സോ 2 പ്രവാചകന്മാർ, പ്രത്യേകിച്ച് യോനാ പ്രവാചകൻ, അവനിതാ ദൂത് പറവാൻ വേണ്ടി പോകുന്നു. അടുത്ത് പറയുന്ന സെന്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൂത് പറയണമെങ്കിൽ ആദ്യം ദൂത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ആദ്യം ദൂത് പ്രാപിച്ചാൽ മാത്രമേ ഈ ദൂത് പറവാൻ കഴിയത്തുള്ളൂ. മീഡിയ ടീമിന് അറിയാം, ഓൾമോസ്റ്റ് 2 ആഴ്ചയായി ഇതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തതാണ്. സോ കഴിഞ്ഞ 2 ആഴ്ചയായി ഇന്ന് പകൽ ഞാൻ പറയുന്നതിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. റിയലി ഹല്ലേലൂയ, സ്തോത്രം. കാരണം ഇതൊരു ഡെലിവറിയാണ്. ഇതെന്ത് കിട്ടും എന്ന് പറയുന്നതല്ല, ഇത് എനിക്ക് എന്തോ ഉണ്ടാകുമെന്ന് പറയുന്നതല്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം, ഓ ഹല്ലേലൂയ, കഴിഞ്ഞ മണിക്കൂറുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കൊണ്ട് നടന്നത്, സ്തോത്രം, ദൈവകൃപയാൽ, കർത്താവിൻ്റെ കൃപയാൽ, എൻ്റെ എബിലിറ്റി അല്ല, എൻ്റെ ബുദ്ധിയല്ല. ഓ ഇൻ ജീസസിനെ പകരം അതെ ഞാൻ ആകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവത്തിൻ്റെ കൃപ എന്ന് പറവാൻ ഇന്ന് പകൽ ഈ ദൂത് പുറത്ത് വരുമാറാകട്ടെ. സ്തോത്രം. അങ്ങനെ അതേ, നിങ്ങൾ പ്രവാചകനാണെങ്കിൽ ആദ്യം ദൈവത്തിൽ നിന്ന് കേൾക്കണം. ദൈവത്തിൽ നിന്ന് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് പറവാൻ കഴിയത്തുള്ളൂ. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് കേട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് പറവാൻ കഴിയത്തുള്ളൂ. സ്വന്തം കരത്തെ മാർബോട് ചേർത്ത് വെച്ച്, സ്വന്തം കരത്തെ മാർബോട് ചേർത്ത് വെച്ച് പറഞ്ഞേ, എൻ്റെ അകത്തെ മനുഷ്യൻ്റെ ചെവി തുറക്കപ്പെടട്ടെ. പറഞ്ഞ മക്കളെ, എൻ്റെ അകത്തെ മനുഷ്യൻ്റെ ചെവി തുറക്കപ്പെടട്ടെ. ഒരിക്കൽ കൂടെ, എൻ്റെ അകത്തെ മനുഷ്യൻ്റെ ചെവി തുറക്കപ്പെടട്ടെ. എന്തിനു വേണ്ടി? ദർശനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ. ഓൾ ഇന്ത്യ റേഡിയോ അല്ല, ദൂരദർശൻ അല്ല, വേറെ എന്തെങ്കിലും TV ചാനൽ അല്ല, സോഷ്യൽ മീഡിയ അല്ല, ഈ ലോകത്തിൻ്റെ റേഡിയോ ഓഫ് ആകട്ടെ, സ്വർഗീയ റേഡിയോ തുറക്കട്ടെ. കമാൻ, സ്വർഗീയ റേഡിയോ തുറക്കട്ടെ. ഡെയിലി 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 ഡെയിലി. സാറ്റർഡേ മാത്രം നാളെ എന്തെങ്കിലും പ്രസംഗിക്കണമല്ലോ എന്ന് പറയുന്ന പരിപാടിയല്ല. ഇൻ ജീസസ് നെയിം, എന്നും എപ്പോഴും നിങ്ങൾ ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തിയെങ്കിൽ നമ്മുടെ ദൈവം സംസാരിക്കുന്നവനാണ്. ഓ മിണ്ടുന്നില്ല, നമ്മുടെ ദൈവം സംസാരിക്കുന്നതാണ്. റിയലി ഐ നോ. ഇന്ന് പകൽക്കാലം ആ ലെവലിലേക്ക് കർത്താവിൻ്റെ ആത്മാവ് പലരെ കൊണ്ടുപോകുകയാണ്. ഇൻ ജീസസ് നെയിം, ക്ലാരിറ്റിയായി, ക്വാളിറ്റിയായി ദൈവശബ്ദം, ദൈവശബ്ദം, ദൈവശബ്ദം. കാണേണ്ടത് നിങ്ങൾ കാണും, കേൾക്കേണ്ടത് നിങ്ങൾ കേൾക്കും, പ്രാപിക്കേണ്ടതിനെ നിങ്ങൾ പ്രാപിക്കും. സോ ദൈവത്തിൽ നിന്ന് കേട്ടാൽ മാത്രമേ ദൈവത്തിൻ്റെ ദൂത് നിങ്ങൾക്ക് പറവാൻ കഴിയത്തുള്ളൂ. ദൈവത്തിൽ നിന്ന് കേൾപ്പാൻ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ ചെവിയും കണ്ണും തുറക്കുന്നു. 2, ദൈവത്തിൻ്റെ ശബ്ദമായി നമ്മുടെ അധരം, സ്തോത്രം, ദൈവം ഉപയോഗിക്കുന്നു. വല്ലവരുടെ വായിലല്ല, സ്വന്തം അധരത്തിൽ കൈവച്ച് പറഞ്ഞേ, ഇത് ദൈവത്തിൻ്റെ അധരമാകട്ടെ. പറഞ്ഞേ, എന്താണ്? ദൈവത്തിൻ്റെ അധരമാകട്ടെ, ദൈവത്തിൻ്റെ ശബ്ദമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, ജീസസ് ഉൾപ്പെടെ, സുയിത്ത് ഉൾപ്പെടെ എല്ലാവരും നോക്കി ഞാൻ പറയുന്നു, അതെ അടഞ്ഞു പോകാത്ത ഒരു ശബ്ദം ദൈവം നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ. ആമേൻ. ആർക്ക് വേണം? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ എടുത്തോളാം. Come on. ഓഹോ, യെസ് 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 യെസ്, ഹല്ലേലൂയ. അടയാത്ത ശബ്ദം, അടയാത്ത ശബ്ദം. ആ ദൈവത്തിൻ്റെ വലിയൊരു ദാനമാണ് അടയാത്ത ഒരു ശബ്ദം. സ്റ്റെത്തില്ലെങ്കിൽ, സ്റ്റെതസ്കോപ്പില്ലെങ്കിൽ ഒരു ഡോക്ടർ എന്നാ ചെയ്യും? പണിയായുധങ്ങളില്ലെങ്കിൽ മേസന്മാർ എന്ത് ചെയ്യും? ഇതുപോലെ സ്തോത്രം, അതെ, ശബ്ദമില്ലെങ്കിൽ ദൈവദാസന്മാർ എന്ത് ചെയ്യും? അതുകൊണ്ട് ദൈവകൃപയാൽ നിങ്ങളുടെ ശബ്ദം കാദൂശ് മരുവിന് നടുക്കുന്ന, വനങ്ങളെ തൊലിരിപ്പിക്കുമാറാക്കുന്ന, മാൻകുട്ടികളെ പ്രസവിക്കുമാറാക്കുന്ന, ദൈവത്തിൻ്റെ കരത്തെ ഭൂമിയിൽ ചലിപ്പിക്കുന്ന ദൈവ ശബ്ദമായി നിങ്ങളുടെ ശബ്ദം തീരുമാറാകട്ടെ, തീരുമാറാകട്ടെ. ആ ശബ്ദത്തിന് മുൻപിൽ ഭൂതങ്ങൾ വിറയ്ക്കട്ടെ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ നടുങ്ങട്ടെ. Let there be confusion in the camp of the enemy. ശത്രുവിന്റെ പാളയത്തിൽ കൺഫ്യൂഷൻ വെളിപ്പെടട്ടെ. റെയ്നാഡ് ബോങ്കെ, കാർലോസ് അനക്കോണ്ടിയ തുടങ്ങിയ ദൈവദാസന്മാർ ഒരു ദേശത്തിൽ വന്ന് 7 ഇരുന്ന് 3 ഇരുന്ന് കെട്ടുമ്പോഴല്ല ഭൂതം വെളിപ്പെടുന്നത്. അവർ മൈക്കുമായി എഴുന്നേറ്റ് ഒരു ഹല്ലേലൂയ പറയുമ്പോൾ കൂട്ടമായി ഭൂതം പുറത്തു വരികയാണ്. അല്ലാതെ 1000 സ്തോത്രം പറയുമ്പോഴല്ല 10 കെട്ട് പൊട്ടുന്നത്. ഒരു സ്തോത്രത്തിന്റെ മുൻപിൽ 10,000 കെട്ടുകളെ പൊട്ടിപ്പ. അതാണ് ദൈവം, അതാണ് ദൈവം, അതാണ് ദൈവം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ, സ്തോത്രം. മാസങ്ങൾ, വർഷങ്ങൾ ദുഷ്ടൻ കെട്ടി ഉയർത്തിയിരിക്കുന്ന യെരിഹോ ഒറ്റ
ഒരൊറ്റ സെഷൻ കൊണ്ട് പൊളിഞ്ഞു വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ മനസ്സിലാക്കണം, നിങ്ങളുടെ ശബ്ദം, ഞാൻ നിനക്ക് വേണ്ടിയാ പറയുന്നത്, നിന്റെ ശബ്ദമല്ല, പകരം ദൈവകൃപയാൽ ദൈവ ശബ്ദമാകട്ടെ. അങ്ങനെ ദൈവത്തിൽ നിന്ന് കേട്ടവനായിരുന്നു യോന, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവനായിരുന്നു യോന. അവന് നല്ലൊരു ശബ്ദമുണ്ട്. He is not the first time he is going to prophesy to Nineveh. ആദ്യമായിട്ടല്ല അവൻ നിനവയിൽ പ്രവചിപ്പാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ടല്ല പുള്ളി പ്രവചിപ്പാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുൻപും അവൻ പ്രവചിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും അവൻ പ്രവചിച്ചിട്ടുണ്ട്, സക്സസ് ആയിട്ടുണ്ട്. പക്ഷേ അവനെ സംബന്ധിച്ച് അവൻ ഫെയിലായി. കാര്യം എന്താണെന്നറിയോ? അതെന്താ സുരേഷ് ബാബു പറഞ്ഞു? അവൻ്റെ പ്രവചിച്ച് അവൻ സക്സസ് ആയി, അവൻ്റെ ശുശ്രൂഷ സക്സസ് ആയി, അവൻ ഫെയിലായി എന്ന് പറഞ്ഞ കാര്യം എന്താണ്? കാരണം സ്തോത്രം, അവന് ഒരു ദിവസം, ഞാനിങ്ങനെ പറയാം, 2 രാജാക്കന്മാരുടെ പുസ്തകം 14:25 നിങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം 2 രാജാക്കന്മാർ 14:25 അമിതായിയുടെ മകനാകുന്ന യോനയെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. അവിടെ യെരോബയാം എന്ന ഇസ്രായേൽ രാജാവിനോട് ഇവനൊരു ദൂത് പറയാൻ വേണ്ടി ദൈവം സ്തോത്രം പറഞ്ഞു വിട്ടു. എഴുതിയെങ്കിൽ എൻ്റെ കണ്ണിലേക്ക് നോക്കിയാട്ടെ, ഇത് വായിക്കും കാലമല്ല, ഇത് കേൾക്കും കാലമാണ്. സ്തോത്രം, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. കേൾക്കുന്നവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. കാരണം വീട്ടിൽ വായിക്കാത്തവരാണ് ചർച്ചിൽ വായിക്കുന്നത്. സ്തോത്രം, അതുകൊണ്ട് ഇത് കേൾക്കും കാലം. അടുത്തിരിക്കുന്നവരെ തൊട്ട് പറഞ്ഞാട്ടെ, ഇത് കേൾക്കുന്ന സമയം. പെട്ടെന്ന് പറഞ്ഞേ, ഇത് കേൾക്കുന്ന സമയം. താങ്ക് യു. സോ യെരോബയാം എന്ന ക്രൂരനായ രാജാവിൻ്റെ മുൻപിൽ സ്തോത്രം യോനയെ ദൈവം ഇതാ ആദ്യം ദൂതുമായി അയച്ചു. ഇത് ഫ്ലാഷ് ബാക്ക് ആണ്. ഫ്ലാഷ് ബാക്ക്, എല്ലാവരും പറഞ്ഞാട്ടെ, ഫ്ലാഷ് ബാക്ക്. മൂവി തിയേറ്റർ അല്ല, സഭായോഗമാണ്. സ്തോത്രം, ഫ്ലാഷ് ബാക്ക്. ആ ഫ്ലാഷ് ബാക്കിൽ ഇതാണ് കാണാൻ കഴിയുന്നത്. ഇസ്രായേൽ രാജാവായ യെരോബയാമിൻ്റെ അടുക്കൽ സ്തോത്രം ദൂതുമായി ഈ യോനയെ ദൈവം അയച്ചു. യെരോബയാം നീചനായ, ദുഷ്ടനായ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാത്ത ഒരു രാജാവായിരുന്നു. അവൻ്റെ അടുക്കലേക്ക് പോയി ഗംഭീര ശബ്ദത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെടുക, ഇല്ലെങ്കിൽ ദൈവം നിന്നെ തട്ടിക്കളയും. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞതാണ്, ബൈബിൾ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. മാനസാന്തരപ്പെടുക, ഇല്ലെങ്കിൽ ദൈവം നിന്നെ തട്ടിക്കളയും. എന്നിട്ട് പുള്ളി ഇങ്ങനെ മാറിയിരുന്നു. ഇവൻ തട്ടിപ്പോകുന്നത് കാണാൻ അവൻ്റെ മെൻറ്റാലിറ്റിയിൽ മാറിയിരുന്നു. അതാണല്ലോ മനുഷ്യർ അങ്ങനെ. സ്തോത്രം, ആക്സിഡന്റ് പറഞ്ഞാൽ ഉണ്ടായി തന്നെ ആകണം. സ്തോത്രം, ചക്ക വീണ് അവൻ ചപ്പാത്തി ആകുന്നത് ഞാൻ കണ്ടു. അവൻ ചപ്പാത്തി ആകുന്നത് നമുക്ക് കാണാം. അതാണ് നമ്മുടെ മെൻറ്റാലിറ്റി. കാരണം നമ്മുടെ ഈ നെഗറ്റീവ് ദൂത് നടന്നാലേ അങ്ങ് ദൂരെ അമേരിക്കയുടെ പ്രദേശത്തേക്ക് 2 പ്രോഗ്രാം നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം ഇവൻ്റെ ശവപ്പെട്ടി ഞാൻ കണ്ടത്, ഞാൻ അങ്ങ് ദൂതായി പറഞ്ഞു, അവൻ്റെ ശവപ്പെട്ടി കണ്ടു. അവൻ്റെ ശവപ്പെട്ടി അവൻ കയറിയാലേ എൻ്റെ പ്ലാറ്റ്ഫോമിന് കുറച്ചുകൂടെ വീതിയും നീളവും ഒക്കെ കിട്ടത്തുള്ളൂ. ഓ കമാൺ, നിങ്ങൾ വേണ്ടിയില്ല. എന്തോ ഉള്ള കാര്യം പറയുമ്പോൾ ജനത്തിന് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അപ്പോൾ ഈ ദൂത്, സ്തോത്രം, മറ്റവൻ തൊലഞ്ഞാലേ എനിക്ക് കുറച്ചുകൂടെ പ്ലാറ്റ്ഫോമിൻ്റെ നീളവും വീതിയും കിട്ടത്തുള്ളൂ എന്ന മെൻറ്റാലിറ്റിയിൽ ഇവൻ തൊലയുമെന്നാണ് യോന വിചാരിച്ചത്. ആര്? സ്തോത്രം, യെരോബയാം എന്ന രാജാവ് അവൻ നശിക്കുമെന്നാണ് യോന വിചാരിച്ചത്. എന്നാൽ മനസ്സിലാക്കുക, ദൈവം നസ്രയത്തുകാരനല്ല, ദൈവം മലയാളിയല്ല. നിങ്ങൾക്കറിയത്തില്ലയോ? ദൈവം ഇന്ത്യക്കാരനുമല്ല, ദൈവം ഏഷ്യക്കാരനുമല്ല, ദൈവം ലോകത്തിൻ്റെ മെൻറ്റാലിറ്റിയിൽ ജീവിക്കുന്നവനല്ല. അതുകൊണ്ടാണ് അവനെ നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നത്. യെസ് 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 യെസ്. അതുകൊണ്ട് ദൈവം സങ്കുചിതമായ മനസ്സുള്ളവനല്ല. ഒരു ഉപകാരം ചെയ്യണം, അടുത്തിരിക്കുന്നവരൊന്ന് നോക്കി പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ ഹൃദയം വിശാലമാണ്. ഒന്ന് പറയാം, ദൈവത്തിൻ്റെ ഹൃദയം വിശാലമാണ്. ദൈവത്തിൻ്റെ ഹൃദയം വിശാലമാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങൾ, മറ്റുള്ളവരെ കണ്ടതും മറ്റുള്ളവർ പറഞ്ഞതുപോലെ ആയിരുന്നെങ്കിൽ നമ്മുടെ മരണത്തിൻ്റെ ഷഷ്ടി പൂർത്തി, ജനനത്തിൻ്റെ അല്ല, മരണത്തിൻ്റെ ഷഷ്ടി പൂർത്തി തന്നെ പണ്ടേ ആകുമായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം ലോക്കലല്ല. എൻ്റെ ദൈവം സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠം. അതുകൊണ്ട് നമ്മുടെ ദൈവത്തെക്കുറിച്ച് നിന്റെ കാഴ്ചപ്പാട് മാറിയേ പറ്റത്തുള്ളൂ. നമ്മൾ പലരും ഈ പ്രവചിക്കുന്നവരും ദർശനം കാണുന്നവരും ദൈവം രാവിലെ എഴുന്നേറ്റ് ഒസാമ ബിൻ ലാദനെ പോലെ ഏതെങ്കിലും വിമാനം എങ്ങോട്ടെങ്കിലും ഇടിച്ചു കയറ്റി ആരെ ഇന്ന് കൊല്ലാം, ആരെ ഇന്ന് തകർക്കാം, ആരെ ഇന്ന് ശവപ്പെട്ടിക്കകത്ത് കയറ്റാം, ഏതവൻ ആക്സിഡന്റ് ഉണ്ടാക്കാം, ഏവൻ്റെ മോർച്ചറിയിൽ കയറ്റാം, ഇതല്ല ദൈവം ചിന്തിക്കുന്നത്. ദൈവം ചിന്തിക്കുന്നത് തിന്മയല്ല ചിന്തിക്കുന്നത്, ദൈവം മരണമല്ല ചിന്തിക്കുന്നത്, ദൈവം നാശമല്ല ചിന്തിക്കുന്നത്. കാരണം ദൈവം കരുണയുടെ ദൈവമാണ്. ദൈവം കരുണയുടെ ദൈവം, ദൈവം സ്നേഹത്തിൻ്റെ ദൈവം. ഹല്ലേലൂയ.
അല്ലാതെ തോലുരിക്കാം, മാംസം ചെതറിപ്പിക്കാം, എന്നിട്ട് മഴ കൊണ്ട് കഴുകാം, പിന്നെ അവസാനം അതെ സ്തോത്രം ബിരിയാണി. ദൈവം ബിരിയാണി ഉണ്ടാക്കുന്നവനല്ല. സ്തോത്രം, ഞാൻ പറയാം മറ്റേ മട്ടനോ ചിക്കനോ അല്ല, നിന്റെ എൻ്റെയും കാര്യം. ദൈവം ആരെ തകർക്കാം എന്ന് നോക്കുന്നവനല്ല. യോനയുടെ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ പ്രതിപാദ്യ വിഷയം ദൈവത്തിന്റെ കരുണ. ദൈവത്തിന്റെ കരുണ. പലരും പ്രമാണം വേർപാട് വിശുദ്ധി വെള്ളയും നോ, മിണ്ടാതിരിക്കണോ. എൻ്റെ ദൈവം സ്നേഹം തന്നെ. പറ ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. അപ്പന് സ്നേഹമുണ്ട്, അമ്മയ്ക്ക് സ്നേഹമുണ്ട്, ചില പാസ്റ്റർമാർക്ക് സ്നേഹമുണ്ട്. സ്തോത്രം. അതെ, എന്നാൽ ദൈവത്തിന്റെ സ്നേഹം ഉണ്ട് എന്നല്ല തിരുവചനം പറയുന്നത്. ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, ദൈവം സ്നേഹം തന്നെ. അതുകൊണ്ട് ദൈവം വാണിംഗ് ദൂത് നൽകുന്നെങ്കിലും അതിന്റെ അന്ത്യം ദൈവം പ്രതീക്ഷിക്കുന്നത് ഒരു ഡിസാസ്റ്റർ അല്ല, പകരം ദൈവം പ്രതീക്ഷിക്കുന്നത് അവന്റെ മടങ്ങി വരവാണ്. ദൈവം പ്രതീക്ഷിക്കുന്നത് അവന്റെ മടങ്ങി വരവാണ്. കാരണം അവൻ ചതഞ്ഞ ഓടയെ ഒടിക്കാത്തവനാണ്, അവൻ പുകയുന്ന തിരിയെ കെടുത്താത്തവനാണ്. ഓ ഹല്ലേലൂയ. കാരണം എൻ്റെയും നിന്റെ കുറവുകളും കുറ്റങ്ങളും മാത്രം ദൈവം ഇങ്ങനെ കണക്കിട്ടിരുന്നെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റെന്ന് തന്നെ തട്ടിപ്പോകുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഉപവാസം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ വിശുദ്ധി കൊണ്ടോ രക്തത്താൽ കഴുകണമേ എന്ന് പറയുന്ന പരിപാടി കൊണ്ടോ അല്ല. നാം നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ, കർത്താവിൻ്റെ കൃപയിലാണ് നിൽക്കുന്നത്. നമ്മുടെ കോമൺ ടെസ്റ്റ് മണിയാണ് ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ. പറഞ്ഞാട്ടെ, എങ്ങനെയാണ് ഞാനാകുന്നത്? 7 നോ വേ. നമ്മുടെ സ്തോത്രം, അതെ, നാം നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ് നിൽക്കുന്നത്. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞേ. സോ യെരോബെയാം രാജാവിന്റെ അടുക്കലേക്ക് യവൻ സ്തോത്രം ദൂതുമായി കടന്നുപോയി. അവൻ വിചാരിച്ചു യെരോബെയാമിന് ആദ്യത്തെ വേദപുസ്തകത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, യവൻ ഹത്തം ഹോഗയ, യവൻ തൊലയുമെന്നാണ് യോന വിചാരിച്ചത്. എന്നാൽ സ്തോത്രം, പ്രവാചകനും പ്രസംഗിക്കുന്നവനും വിചാരിക്കാത്തത് കേൾക്കുന്ന ജനത്തിൽ നന്മയ്ക്കായി ചെയ്യുന്നവനാണ് തമ്പുരാൻ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ദൂത് പറയുന്ന ഞാൻ ചിന്തിക്കാത്തത് നന്മയ്ക്കായി നിനക്ക് വേണ്ടി ചെയ്യുന്നവനാണ് ദൈവമെന്ന്. ഒരു പ്രവാചകന്മാരുടെ കമ്മിറ്റിയോട്, ഒരു പ്രീച്ചേഴ്സ് പാനലിനോട് ഞാൻ അവനെ അനുഗ്രഹിച്ചോട്ടോ, ഞാൻ അവളെ സഹായിച്ചോട്ടോ എന്ന് ദൈവം ചോദിക്കത്തില്ല. വേറെ ആരും ചിന്തിക്കാത്ത നന്മകളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക്, വിടുതലിലേക്ക്, വിശാലതയിലേക്ക്, പ്രയോജനത്തിന്റെ പാതയിലേക്ക് നിന്നെ നടത്തുന്നവനാണ് ദൈവം. യെരോബെയാം നശിച്ചില്ല, യെരോബെയാം സ്തോത്രം തകർന്നില്ല. യോനയുടെ ദൂതനുസരിച്ച് യെരോബെയാം തകരാത്തത് കൊണ്ട് തൻ്റെ ഗ്ലാമറിൻ്റെ പ്രശ്നമായി. ഞാൻ പറഞ്ഞത് നടന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ട് തൻ്റെ ഗ്ലാമറിൻ്റെ പ്രശ്നമായി. അതുകൊണ്ടാണ് യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് പിന്നെ വീട്ടിൽ പോയി വായിക്കുമ്പോൾ കാണുവാൻ കൊണ്ട് കഴിയും. ഇതാണ് കർത്താവെ ഞാൻ പണ്ടേ പറഞ്ഞത്. സ്തോത്രം. അതെ, ഞാൻ പോയി ന്യായവിധിയുടെ ദൂത് പറയും, നീ അവന്മാരെ തട്ടിക്കളയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിനവയിലേക്ക് ഓടിപ്പോയത്. അല്ല, എവിടെ? തർസീസിലേക്ക് ഓടിപ്പോയത്. നിങ്ങൾക്കറിയാം. സ്തോത്രം. നിങ്ങൾക്കറിയാമെന്നറിയാൻ വേണ്ടിയാണ് ഞാൻ സ്തോത്രം. ഓക്കെ, അതെ, അതുകൊണ്ടാണ് കർത്താവെ ഞാൻ തർസീസിലേക്ക് ഓടിപ്പോയത്. കാരണം ഞാൻ പോയി നിങ്ങളുടെ തലയെല്ലാം മുട്ടത്തലയാകുമെന്ന് പറയും. സ്തോത്രം പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഇല്ലാത്ത നിലയിൽ സ്തോത്രം. അതെ, അതുകൊണ്ടാണ് കർത്താവെ ഞാൻ തർസീസിലേക്ക് ഓടിപ്പോയത്. 115 കിലോമീറ്റർ അവന് നാസ്രയത്തിൽ നിന്ന് യാത്ര ചെയ്ത് യോപ്പ പോർട്ടിൽ വന്നു. യോപ്പ പോർട്ടിൽ വന്നിട്ട് സ്തോത്രം കിഴക്കോട്ട് യാത്ര ചെയ്യേണ്ടവൻ വടക്കോട്ട് സ്പെയിനിലേക്കാണ് അവൻ പോയത്. കിഴക്കോട്ട് വരേണ്ടവൻ പടിഞ്ഞാറേക്കാണ് പോയത്, യൂറോപ്പിലേക്കാണ് അവൻ പോയത്. സ്തോത്രം. ഇടത്തേക്ക് വരേണ്ടവൻ ഇങ്ങോട്ടാണ് പോകേണ്ടത്, പക്ഷേ അങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ നിങ്ങൾ നോക്കി പറയട്ടെ, നിന്റെ ഡയറക്ഷൻ ഏതാണ്? നിന്റെ ജീവിതത്തിൻ്റെ ഡയറക്ഷൻ ഏതാണ്? വെല്ലുവിളിച്ച് ചോദിക്കുന്നു. നീ ഏത് പാതയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ദൈവം ഉദ്ദേശിക്കുന്ന പാതയിലൂടെയാണോ നമ്മുടെ പ്രൊഫഷൻ പോകുന്നത്? ശാന്തമായി നോക്കണം. ദൈവം ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിലാണോ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്? ദൈവം ഉദ്ദേശിക്കുന്ന പാതയിലാണോ നാം ജീവിച്ചിട്ടിരിക്കുന്നത്? ഇല്ലെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിലെ വഴിതെറ്റിയ ഒരു യോനയാണ്. പുതിയ നിയമത്തിൽ വഴിതെറ്റിയ യോനയാണ്. അതുകൊണ്ട് നമ്മൾ ഡെയിലി നോക്കണം, കർത്താവേ ദൈവഹിതത്തിലാണോ ഞാൻ ആയിരിക്കുന്നത്? ദൈവഹിതത്തിലാണോ ആയിരിക്കുന്നത്? അപ്പം നിങ്ങൾ പറയും, അങ്കളെ ഞാൻ ദൈവഹിതത്തിലാണ്. കാരണം ഇതാ വലുതും വിശാലവുമായി വാതിലങ്ങ് തുറന്നിരുന്നു. ഞാൻ ആ പോർട്ടിലെത്തിയപ്പോഴേക്കും മറ്റിടത്ത് ഭയങ്കര ക്യൂ ആയിരുന്നു. ഏത് മറ്റേ ആ പട്ടണത്തിൻ്റെ പേര് മക്കളെ
ഏതാ നിനവേ പോകുന്ന കൗണ്ടറിൽ ഭയങ്കര ക്യൂ ആയിരുന്നു. പക്ഷേ തർസീസിൻ്റെ വഴി വലുതും വിശാലമായിരുന്നു. മറ്റു വഴി ഭയങ്കര ഇടുക്കമായിരുന്നു കർത്താവേ. തർസീസിലേക്ക് പോകുന്ന വഴി വിശാലമായിരുന്നു. മാത്രമല്ല അവർ വിളിച്ച് എനിക്ക് ടിക്കറ്റ് തയ്യായിരുന്നു. തർസീസിലേക്ക് പോകാൻ ആരെങ്കിലും ഉണ്ടോ? അന്നത്തെ ഏറ്റവും നല്ല സ്തോത്രം കപ്പലായിരുന്നു തർസീസ് കപ്പൽ, ഏറ്റവും ബെസ്റ്റ് കപ്പൽ. ഇന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പറന്നു പോകുന്ന ഖത്തർ എയർവേസിൻ്റെ ബിസിനസ് ക്ലാസ്സോ ഫസ്റ്റ് ക്ലാസ്സോ ആയിരിക്കും സ്തോത്രം ഏറ്റവും ബെസ്റ്റ്. പിന്നെ തൊട്ട് പിൻപിൽ സ്തോത്രം അത് എമിറേറ്റ്സ് ഉണ്ടായിരിക്കും. സിംഗപ്പൂർ എയർലൈൻസ് ഇറങ്ങുന്നെങ്കിൽ ലോകത്തിലെ നമ്പർ 1 അത് സ്തോത്രം ഫ്ലൈറ്റ് ആണെന്ന്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സും ബിസിനസ് ക്ലാസ്സും സ്തോത്രം നിങ്ങൾ പ്ലെയിനിലാണ് ഇരിക്കുന്നത് പോലും അത് ചിന്തിക്കത്തില്ല, അത്ര അമേസിംഗ് ആണ്. സോ അങ്ങനെ ഇന്നത്തെ സിംഗപ്പൂർ എയർലൈൻസ് പോലെ ഇന്നത്തെ 5 സ്റ്റാർ എയർലൈൻസ് ആകുന്ന ഖത്തർ എയർവേസ് പോലെയുള്ള ഏറ്റവും ബെസ്റ്റ് അന്നത്തെ ഏറ്റവും വലിയ യാത്രാ സംവിധാനമായിരുന്നു ഏത്? തർസീസ് കപ്പൽ. തർസീസ് കപ്പൽ എല്ലാം ഉണ്ട്, തർസീസ് കപ്പൽ എല്ലാം ഉണ്ട്, തർസീസ് കപ്പൽ എല്ലാം ഉണ്ട്. പക്ഷെ ഒന്ന് മാത്രമില്ല, ദൈവം മാത്രമില്ല. ചിലർ പറയും ഞങ്ങളെ വിളിച്ച് കയറ്റിയാണ്, എന്നൊക്കെ വിളിച്ച് കയറ്റിയാണ് ടിക്കറ്റ് തന്നത്. എല്ലാം അങ്ങ് ഓപ്പൺ ആയിരുന്നു, എല്ലാം അങ്ങ് ക്രമീകരിക്കപ്പെട്ടു, എല്ലാം അങ്ങ് തുറന്നു, എല്ലാം അങ്ങ് നടത്തി. എല്ലാം അങ്ങ് നടത്തിയത് കൊണ്ട്, എല്ലാം തുറന്നത് കൊണ്ട്, എല്ലാം അങ്ങ് കിട്ടിയത് കൊണ്ട്, എല്ലാം അങ്ങ് ഓപ്പൺ ആയതുകൊണ്ട് അത് ദൈവഹിതം ആകണമെന്നില്ല. ഹലോ, പോയി ഇന്നത്തെ സഭായവും ചീറ്റി. ഹല്ലേലൂയ. എല്ലാം അങ്ങ് തുറന്നു, എല്ലാം ക്രമീകരിക്കപ്പെട്ടു. അവിടെ ചെന്നപ്പോൾ ഏജൻസി അങ്ങനെയായിരുന്നു, മറ്റേ സാർ ഇങ്ങനെയാണ് ചെയ്തത്. പെട്ടെന്നൊരു മേഡം അതേ മനസ്സിൽ ചിന്തിച്ച് തന്നെ മേഡത്തിൻ്റെ വായിലൂടെ പുറത്തു വന്നു. ഇതുകൊണ്ട് ദൈവഹിതം ആകണം എന്നില്ല. വളരെ ശ്രദ്ധിക്കുക, അടുത്ത സെൻറ്റൻസ് എഴുതിയിട്ട് കാണാതെ പഠിക്കണം. ദൈവത്തിൻ്റെ വഴിയിൽ ഹെവി ട്രാഫിക്കാണ്, സാത്താൻ്റെ വഴി ഫ്രീ വേ ആണ്. നിങ്ങൾ കേട്ടില്ല, ദൈവത്തിൻ്റെ വഴിയിൽ ഹെവി ട്രാഫിക്കാണ്. കാരണം അത് ഇടുക്കത്തിൻ്റെ വഴിയാണ്. കർത്താവ് പറഞ്ഞ ഇടുക്കത്തിൻ്റെ വഴി, ഇടുങ്ങിയ വഴിയിലൂടെ ഡ്രൈവ് ചെയ്ത് നോക്ക്, സ്തോത്രം, അത് ഭയങ്കര ഞെരുക്കവും ഇടുക്കുമാണ്. എന്നാൽ സാത്താൻ്റെ വഴി വിശാലമാണ്. ദൈവം എപ്പോഴാണോ നിനക്ക് വേണ്ടി നിന്റെ നിലവിലേക്ക് ഒരു കപ്പൽ തയ്യാറാക്കുന്നത്, ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി എപ്പോഴാണോ ഒരു കപ്പൽ തയ്യാറാക്കുന്നത്, ശ്രദ്ധിക്ക്, ആ ദൂത നിയോഗം നിന്റെ മേൽ വരുമ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നീ പോകാതിരിക്കാൻ ഇപ്പുറത്ത് ഒരു തർസീസ് കപ്പൽ സാത്താൻ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കും. ഹല്ലേലൂയ. ഇഷ്ടമില്ലാത്തതാണ്, പക്ഷെ ഉള്ള കാര്യമാണ്. എപ്പോഴാണ് ഇന്ന വഴിയിലൂടെ നീ പോകണമെന്ന് ദൈവം നിനക്ക് വേണ്ടി കാര്യം ഒരുക്കുന്നത്, അപ്പോൾ തന്നെ തർസീസ് കപ്പൽ സ്തോത്രം ഇപ്പുറത്ത് സാത്താൻ ഒരുക്കിയിരിക്കും. അപ്പോൾ എങ്ങനെയാ തിരിച്ചറിയുന്നത്? എങ്ങനെ തിരിച്ചറിയുന്നത് പറഞ്ഞാൽ പ്രവാചകനല്ല സ്തോത്രം നിനക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്, ദൈവത്തിൻ്റെ വചനം നിന്റെ കാലിന് ദീപവും നിനക്ക് പാതയ്ക്ക് പ്രകാശവുമായിരിക്കുക. ദൈവവചനം പറയും നീ നടക്കുന്നത് മനുഷ്യൻ്റെ വഴിയിലാണോ നടക്കുന്നത്, തോന്നിയ വഴിയിലാണോ നടക്കുന്നത്, പിശാചിൻ്റെ വഴിയിലാണോ നടക്കുന്നത്? ഇല്ല, സ്തോത്രം, അതെ, ദൈവത്തിൻ്റെ നേരും നിരപ്പുമായ വഴിയിലാണോ നീ നടക്കുന്നത്? ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാം. പെട്ടെന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാം, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാം. സ്തോത്രം. എനിക്ക് നേരമില്ല, ഞാൻ വളരെ പെട്ടെന്ന് പോട്ടെ. ഒത്തിരി കാര്യം കർത്താവ് കഴിഞ്ഞ 2 ആഴ്ചയായി എനിക്ക് നൽകി. സ്തോത്രം. അതെ, അതിൽ നിങ്ങൾക്ക് ഈ സെഷൻ ആവശ്യമുള്ളത് മാത്രം പരിശുദ്ധാത്മ പിക്ക് ചെയ്യട്ടെ. ഐ ആം റിയലി പ്രഗ്നന്റ് വിത്ത് ദിസ് മെസ്സേജ്. ഹല്ലേലൂയ. സ്തോത്രം. അതെ, തിരുവചനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിക്കുന്നു. സ്തോത്രം. അതെ, യോന ആദ്യം പോയപ്പോഴേക്കും ഒരു പ്രശ്നമില്ല. ആ കപ്പൽ സെയിൽ ചെയ്ത് തുടങ്ങിയപ്പോൾ, യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു പ്രശ്നവുമില്ല. ചില കുടുംബങ്ങൾ പറയും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ചില പാസ്റ്റർ പറയും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ചില ചർച്ചസ് പറയും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എൻ്റെ അപ്പുറത്തുള്ള മറ്റേ സഭയ്ക്ക് എന്നും പ്രശ്നങ്ങളാണ്, ആ ദൈവദാസന് എന്നും കൊടുങ്കാറ്റാണ്, ആ വ്യക്തിക്ക് എന്നും തീയും തിരമാലയുമാണ്. 2 കൂട്ടരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഒരു പ്രശ്നമില്ലാതെ വളരെ മനോഹരമായ തർസീസ് കപ്പലിൽ സൊഫിസ്റ്റിക്കേറ്റഡ് ആയി അടിച്ചു പൊളിച്ച് യാത്ര ചെയ്യുന്നവർ. ഇപ്പോഴിതാ സ്തോത്രം ഇപ്പുറത്ത് അതേ ഡെയിലി ജീവിതത്തിൽ യുദ്ധവും അതേ സ്തോത്രം പോരുകളും പോരാട്ടങ്ങളും കണ്ട് ഈ യാത്ര ചെയ്യുന്നവർ. ഞാൻ നിങ്ങളെ വാൺ ചെയ്യട്ടെ, ഒരു കുഴപ്പവുമില്ല, എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ദൈവഹിതമാകണം എന്നില്ല. എല്ലാം അനുകൂലമാണ്, എല്ലാം അനുഗ്രഹമാണ്, ഒരു തിരമാലയുമില്ല, കൊടുങ്കാറ്റുമില്ല, എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ദൈവഹിതമാകണമെന്നില്ല. മറുവശത്ത് വെല്ലുവിളിയിലും ഗദശമരിയിലും ഗോൽഗോഥയിലും നീ കിടന്ന് പടയുമ്പോൾ അത് ദൈവഹിതം അല്ല എന്നും ഒരിക്കലും പറയാൻ കഴിയത്തില്ല. കാരണം ദൈവഹിതത്തിൽ ഒരു ഗോൽഗോഥയുണ്ട്, ദൈവഹിതത്തിൽ ഒരു ഗദശമനയുണ്ട്. ആ ഗദശമന വരുമ്പോൾ അപ്പോഴാണ് നീ അവനോട് പറ്റി നിന്ന് പറയേണ്ടത്, എങ്കിലും എൻ്റെ ഇഷ്ടം
ഇഷ്ടം അല്ല, അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമേ. Come on, hallelujah, hallelujah, hallelujah. അത് അനുകൂലമായിരിക്കുമ്പോൾ പറയേണ്ട പ്രാർത്ഥന അല്ല, പ്രതികൂലമാകുമ്പോൾ സ്തോത്രം, വിയർപ്പ് രക്തമാകുമ്പോൾ, താങ്ങാൻ കഴിയാത്ത മാനസിക സംഘർഷം വരുമ്പോഴാണ് നമ്മൾ പറയേണ്ടത് എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം സ്തോത്രം നിന്നിൽ നിറവേറണമേ. അതുകൊണ്ട് ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, വിളിയിൽ ജീവിച്ചാട്ടെ, ദൈവത്തിന്റെ വിളിയിൽ ജീവിച്ചാട്ടെ. വീട്ടിലല്ല ജീവിക്കേണ്ടത്, കരിയറിലല്ല ജീവിക്കേണ്ടത്, ശുശ്രൂഷയിലല്ല ജീവിക്കേണ്ടത്, ദൈവത്തിന്റെ വിളിയിൽ ജീവിച്ചാട്ടെ. ദൈവത്തിന്റെ വിളിയിൽ ചിലപ്പോ വിയർപ്പ് രക്തമാകും, ദൈവത്തിന്റെ വിളിയിൽ മുൾക്കിരീടം ഉണ്ടായിരിക്കും, ദൈവത്തിന്റെ വിളിയിൽ മുറിവും ചാട്ടവാറടിയും ഉണ്ടായിരിക്കും, വിളിയിൽ സ്തോത്രം ക്രൂശ് ഉണ്ടായിരിക്കും. പക്ഷേ ഇൻ ജീസസ് നെയിം അവസാനം ആൾ മാറിയവനായ നീ വിളിയിൽ നിൽക്കുന്നവൻ പ്രോഗ്രസോടെ, പ്രൊമോഷനോടെ പുറത്തു വരും. ജീവിക്ക്, ദൈവത്തിന്റെ വിളിയിൽ ജീവിച്ചാട്ടെ. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. വിളിയിൽ ജീവിച്ചാട്ടെ. സ്തോത്രം. ഇല്ലെങ്കിൽ എന്നാ പറ്റും അങ്ങളെ എന്ന് നിങ്ങൾ ചോദിച്ചാൽ, വിളിയിൽ ജീവിച്ചില്ലെങ്കിൽ ജീവിതം നിലവിളിയാകും. ഓ കമാൺ, ഒരിക്കൽ കൂടെ എഴുതിയെടുക്കണം. വിളിയിൽ ജീവിച്ചില്ലെങ്കിൽ ജീവിതം സ്തോത്രം നിലവിളിയാകണം. യൂട്യൂബിൽ ഇതുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിത് കേട്ട് എനിക്ക് തന്നെ ഒന്ന് ബലപ്പെടാൻ. സ്തോത്രം. വിളിയിൽ ജീവിച്ചില്ലെങ്കിൽ ജീവിതം നിലവിളിയാകും. അതുകൊണ്ട് വിളിയിൽ ജീവിച്ചാട്ടെ. പണ്ട് അമ്മമ്മ ഓടി, ഏറ്റവും മുന്നിൽ തന്നെ ഓടി, സ്റ്റേഡിയം മുഴുവൻ എഴുന്നേറ്റു. ദൂരദർശകൻ പറഞ്ഞു ഇന്ത്യക്കാർക്ക് തന്നെ ഗോൾഡ് മെഡൽ കിട്ടി. പക്ഷെ അവസാനം പറഞ്ഞു SORRY. ചിലരെ സ്തോത്രം ജീവിക്കുന്ന ഒറ്റ വാക്കുകൊണ്ടാണ് സാറി. കാരണം ട്രാക്ക് മാറിയാണ് ഓടിയത്. ഒരു പുതിയ നിയമത്തിലെ യോന ആകാതിരിപ്പാൻ ഇന്ന് നിങ്ങൾ പോകുന്നത് തിരമാലയായിരിക്കാം, കണ്ണുനീരിന്റെ താഴ്വരയായിരിക്കാം, ഒറ്റപ്പെടലായിരിക്കാം, അപവാദമായിരിക്കാം, നാറ്റമായിരിക്കാം. ഡോണ്ട് വറി. ഇന്നത്തെ നാറ്റം കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു മാറ്റമുണ്ട്. ഇന്നത്തെ നാറ്റം കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു മാറ്റമുണ്ട്. ഐ സെൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് ടുഡേ. യേശുവിന്റെ നാമത്തിൽ അവസ്ഥകൾ മാറിയേ പറ്റത്തുള്ളൂ, ജീവിതം മാറിയേ പറ്റത്തുള്ളൂ, ജീവിതം മാറിയേ പറ്റത്തുള്ളൂ, കുടുംബങ്ങൾ മാറിയേ പറ്റത്തുള്ളൂ, അവസ്ഥകൾ മാറിയേ പറ്റത്തുള്ളൂ, അനുഭവങ്ങൾ മാറിയേ പറ്റത്തുള്ളൂ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക്, നാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക്. സ്തോത്രം. അതെ, എല്ലാം അനുകൂലമായിരിക്കുന്നു എന്ന് വിചാരിച്ച് അത് ദൈവഹിതമാകണമെന്നില്ല. നിനക്ക് പ്രതിസന്ധി വരും, നിനക്ക് പ്രയാസം വരും, നിനക്ക് പ്രതികൂലം വരും. പക്ഷേ സ്തോത്രം, അതെ, നീ ദൈവത്തിന്റെ വഴിയിൽ ജീവിച്ചാട്ടെ. എക്സ്ക്യൂസ് മീ വൺ മോർ ടൈം, ഒരു ദൂത് കൂടെ. സ്തോത്രം. ദൈവഹിതത്തിൽ ജീവിക്കാത്ത ഒരു യോന നിന്റെ ജീവിതത്തിന്റെ പടകിൽ വന്ന് കയറിയാൽ നിന്റെ ജീവിതം കൂടെ കുളം കോരി. ഒരിക്കൽ കൂടെ. ദൈവഹിതത്തിൽ നിൽക്കാത്ത ഒരു യോന നിന്റെ ഷിപ്പിൽ വന്നാലുണ്ടല്ലോ, അവന്റെ ലഗേജ് കൂടെ നീ ചുമക്കേണ്ടി വരും. ഓ ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്ത ഒരു സ്തോത്രം യോന, വഴിതെറ്റിയ യോന, ദൈവമില്ലാത്തവൻ, ദൈവത്തിന്റെ വിളിയില്ലാത്തവൻ, ദൈവത്തിന്റെ സന്നിധിയിൽ അനുസരണക്കേട് കാണിക്കുന്ന ഒരു മിസ്റ്റർ യോനയോ മിസ് യോനയോ നിന്റെ ജീവിതത്തിൽ വന്നു കയറിയാൽ അവസാനം സ്തോത്രം നിന്റെ കപ്പൽ കുളം കോരിയത് തന്നെ. അതുകൊണ്ട് രണ്ടുപേരെ തൊട്ട് പറഞ്ഞാട്ടെ, ദൈവഹിതമില്ലാത്തതെല്ലാം അടയട്ടെ. പെട്ടെന്ന് പറഞ്ഞേ, ദൈവഹിതമില്ലാത്ത എല്ലാം അടയട്ടെ. ദൈവഹിതമില്ലാത്ത എല്ലാ കല്യാണാലോചനകൾ ഡിസോൾവ് ചെയ്യട്ടെ. ദൈവഹിതമില്ലാത്ത എല്ലാ കോഴ്സസ് അടയട്ടെ. ദൈവഹിതമില്ലാത്ത എല്ലാ കൺവെൻഷനും ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. ദൈവഹിതമില്ലാത്ത എല്ലാ പരിപാടികളും അടയട്ടെ. ദൈവഹിതമുള്ളത് മാത്രം തുറന്നു പെരുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവഹിതമുള്ളത് മാത്രം തുറന്നു പെരുമാറാകട്ടെ. ദൈവഹിതമുള്ളത് ഈ ഹാളിനകത്ത് ദൈവകൃപയാൽ വളരെ സ്നേഹിക്കുന്ന കരുതുന്ന ആന്റിമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. നിങ്ങൾക്കായി സ്തോത്രം. 5000 പേർ ദൈവഹിതമില്ലാത്തതല്ല, കുറച്ച് പേര് വിരലെണ്ണാവുന്നവർ, കെയർ ചെയ്യുന്നവർ, കരുതുന്നവർ നമ്മളുമായി കണക്ട് ചെയ്യുന്നെങ്കിൽ ദൈവകൃപയാൽ അത് അനുഗ്രഹമാണ്. 3 പേരെ തൊട്ട് കണ്ണിൽ നോക്കി പറഞ്ഞാട്ടെ, നിങ്ങൾ എനിക്കൊരു അനുഗ്രഹമാകണം. പെട്ടെന്ന് പറഞ്ഞേ, നിങ്ങൾ എനിക്ക് ഒരു അനുഗ്രഹമാകണം, നിങ്ങൾ എനിക്ക് അനുഗ്രഹമാകണം. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തെങ്കിൽ നോ പ്രോബ്ലം, നേരെ തിരിച്ചു പറഞ്ഞാട്ടെ, ഞാൻ നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. അപ്പോൾ അവരെ റെസ്പോണ്ട് ചെയ്തോളും. കമോൺ, ഹല്ലേലൂയ. നിങ്ങൾ എനിക്കൊരു അനുഗ്രഹമാണ്, ഞാൻ നിങ്ങൾക്കൊരു അനുഗ്രഹമാകണം. പക്ഷേ ആ കപ്പലിൽ ഈ വയ്യാവേലി ഈ പ്രവാചകന് കയറി ചെന്നതോടെ അപ്പം മുതൽ അവനൊരു പാരയായി തീർന്നു, അവനൊരു ശാപമായി തീർന്നു. പാവം ജനങ്ങൾ കൂടെ യവൻ കാരണം ബുദ്ധിമുട്ടേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, സ്തോത്രം, അവൻ അവസാനം സ്തോത്രം ചീട്ടിട്ടു,
അവനെ അവിടെ അവസാനം എടുത്ത് കടലിലും ഇട്ടു. ഇതോടെ നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യണം. യോനയെ എടുത്ത് കടലിലിട്ടു. അപ്പോൾ യോനയെ എടുത്ത് കടലിലിട്ടപ്പോൾ ഈ മുന്നിലിരിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ള സൺഡേ സ്കൂൾ പരിപാടികൾ എല്ലാവരും സൺഡേ സ്കൂൾ സ്റ്റുഡൻസ് വിചാരിക്കുന്നത് യോനയെ എടുത്ത് കടലിലിട്ടപ്പോൾ MS ധോണി, ഉറങ്ങിയിരുന്നവർ കണ്ണു തുറന്നു, MS ധോണി വലത്തോട്ടും ഇടത്തോട്ടും ആ വൈഡ് ബോൾ പിടിക്കാനായി ചാടുന്നത് പോലെ ഒരു MS ധോണി എന്ന് പറയുന്ന ഒരു വെയിൽ, ഒരു മത്സ്യം പെട്ടെന്ന് ആ സ്തോത്രം അതെ ആ യോനയെ പെട്ടെന്ന് ഇങ്ങനെ പിടിച്ചെടുത്തു എന്നാണ് നമ്മൾ കരുതുന്നത്. സ്തോത്രം. ചിലർക്ക് ക്രിക്കറ്റ് ഇഷ്ടമാകത്തില്ല, നോ പ്രോബ്ലം, ഞാൻ വീണ്ടും പറയാം. അപ്പൊ യോനയെടുത്ത് കടലിലിട്ടപ്പോൾ ദാ വരുന്നു ഉയരമുള്ള ജിറാഫ് പോലെ നിൽക്കുന്ന, ജിറാഫിനെ ഓർപ്പിക്കുന്ന മൈക്കൽ ജോർഡൻ ബാസ്കറ്റ് ബോൾ ആണ്. അപ്പോൾ മൈക്കൽ ജോർഡനെ പോലെ യോനയെടുത്ത് കടലിലിട്ടപ്പോൾ പെട്ടെന്ന് ടിയാം എന്ന് പറഞ്ഞു വരുന്നതായ ഒരു സ്തോത്രം അതേ മത്സ്യം വന്ന് യോനെ വിഴുങ്ങി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ മനസ്സിലാക്ക്, അതല്ല സ്തോത്രം. യഥാർത്ഥത്തിൽ വചനം അറിയാന്നുള്ള കർത്താവല്ല, വചനമാകുന്ന കർത്താവ് പറഞ്ഞത്. വചനം അറിയാവുന്നവനും വചനമാകുന്നവനും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഓ കമാൻ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ, വചനം അറിയാവുന്നവനും വചനമാകുന്നവനും പറയുന്നതിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. വചനം അറിയാവുന്നവൻ പറയുന്നത് തെറ്റായിരിക്കും, വചനമായവൻ പറയുന്നത് എന്നും എപ്പോഴും എവിടെ ശരിയായിരിക്കും. വചനമാകുന്നവൻ പറയുന്നത് ഒരിക്കലും തെറ്റത്തില്ല, സ്തോത്രം ശരിയായിരിക്കും. സോ യേശു കർത്താവ് കടലിൽ വീണ യോനയെ കുറിച്ചല്ല പറഞ്ഞത്. അഥവാ യേശു കർത്താവ് വീണ്ടും ഞാൻ പറയാം, കടലിൽ വീണവനോ നീന്തിയവനോ നീന്തൽ പഠിച്ചവനോ ആയ ഒരു യോനയെ കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്. ടേം ഇതായിരുന്നു, റിസറക്ഷൻ, ഉയർപ്പായിരുന്നു വിഷയം. നിങ്ങൾ ചോദിക്കുന്നത് സൈനാണല്ലേ, നിങ്ങൾ ചോദിക്കുന്നത് അടയാളമാണല്ലേ. ഹിയർ ഐ ആം ഗ്രേറ്റർ ദാൻ ജോന. യോനയുടെ അടയാളത്തെക്കാൾ വലിയൊരു അടയാളം ഇല്ല. As the Jonah was in the belly of the fish for 3 nights and 3 days, യോന കടലാനയുടെ വയറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രനും 4 നാളും 5 രാവും അല്ല. ഐശ്വര്യ റോയ് ആകട്ടെ, സച്ചിൻ തെണ്ടുൽക്കർ ആകട്ടെ, മറ്റേ മസിലുള്ള മറ്റേ വേറൊരാളുണ്ടല്ലോ, ഒരു കാലിഫോർണിയയുടെ ഗവർണർ, മറ്റേ ടെർമിനേറ്റർ, അയാളെ വായിൽ കൊള്ളാത്ത ഒരു പേരുണ്ട്, ഓസ്ട്രിയക്കാരൻ. ആരാണോ എന്നറിയത്തില്ല, ഈ ഓസ്ട്രിയക്കാരന്മാരുടെ പേര് വായിൽ കൊള്ളത്തില്ല. നിങ്ങൾക്കറിയാം, ടെർമിനേറ്റർ. സ്തോത്രം. അതെ, അങ്ങനെയുള്ള ഏറ്റവും വലിയ ഹോളിവുഡ് ബോളിവുഡ് താരങ്ങളാകട്ടെ, അവരെ കൊണ്ടുവന്ന് കുഴിയിൽ വെച്ചാൽ 4 നാളാകുമ്പോൾ നാരിയെ പോകാൻ പറ്റത്തുള്ളൂ. 4-ാം നാളാകുമ്പോൾ നാറ്റം വെച്ച് തുടങ്ങും. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കണക്കുകൂട്ടൽ ഒരിക്കലും തെറ്റത്തില്ല. നിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കണക്കുകൂട്ടൽ തെറ്റും, നിന്റെ കണക്കുകൂട്ടൽ തെറ്റും, നിന്റെ സുഹൃത്തുക്കളെ കണക്കുകൂട്ടൽ തെറ്റും. നിന്റെ തലയിലെ രോമങ്ങൾ എണ്ണി അറിഞ്ഞിരിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ കണക്കുകൂട്ടൽ നിന്നെക്കുറിച്ചും നിന്റെ തലമുറയെക്കുറിച്ചുമുള്ള കണക്കുകൂട്ടൽ ഒരിക്കലും തെറ്റത്തില്ല. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, 4-ാം നാളിലേക്ക് ഞാൻ കടക്കത്തില്ല. ജസ്റ്റ് 3 days. Like Jonah was in the belly of the fish. യോന കടലാനയുടെ വയറ്റത്ത് 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രനും 3 രാവും 3 പകലും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ, ലേറ്റ് ആകത്തില്ല, നേരത്തെ ആകത്തില്ല. പറഞ്ഞാട്ടെ, ലേറ്റ് ആകത്തില്ല, നേരത്തെ വരത്തില്ല. കുട്ടി നേരത്തെ വന്നാൽ ആ കുട്ടിക്ക് കുഴപ്പമാണ്. കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിൽ നിന്ന് താമസിച്ചു വന്നാൽ അമ്മയ്ക്ക് കുഞ്ഞിനും കേടാണ്. നേരത്തെ വന്നാലും പ്രശ്നമാണ്, താമസിച്ചു വന്നാലും പ്രശ്നമാണ്. എൻ്റെ നോട്ടിൽ ഇല്ലാത്തത് ഞാൻ പറയുന്നത്, കാരണം ഇന്ന് പകൽ ഞാൻ കാണുന്ന ആരാണ്ട് ഒരു വാതിക്കൽ നിന്നുകൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആരോ ഒരു വാതിക്കലേക്ക് ഈ ദിവസങ്ങളിൽ നിന്നുകൊണ്ട് ഇരിക്കുന്നു. താമസിച്ചാൽ സ്തോത്രം അതേ പ്രശ്നമാണ്, നേരത്തെ ആയാൽ പ്രശ്നമാണ്. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ഇന്ന് ഈ ദൂത് ഇവിടെ വെച്ച് തീർന്നു പോയാലും യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രവചിക്കുന്നു, ഡ്യൂ ടൈം. ഞങ്ങൾ ജീവിക്കുന്നത് ഡ്യൂ ടൈമാണ്. ഇത് മന്ത്രത്തിന്റെ ടൈമല്ല, തന്ത്രത്തിന്റെ മന്ത്രവാദിയുടെ ടൈമല്ല, സമയത്ത് നിർമ്മിച്ച കർത്താവിന്റെ ടൈമാണ്. ദൂതന്മാർ പറയുന്നു, യെസ്, ആ കുടുംബത്തിന് സമയം ആയിരിക്കുന്നു. ഓ ഹല്ലേലൂയ. ദൂതന്മാർ പറയുന്നു, ആ കുഞ്ഞിന് സമയം ആയിരിക്കുന്നു. ദൈവത്തിന്റെ സീസണിലേക്ക് സ്വാഗതം. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ.
ഹല്ലേലൂയ. 4-ാം ദിവസമായാൽ നാറിപ്പോകുക. എന്നാൽ 3 ദിവസമായപ്പോൾ അവൻ നാറാതെ പുറത്തു വന്നു. അവൻ നാറാതെ പുറത്തു വന്നെങ്കിൽ തിരുവനന്തപുരം പട്ടണത്തിൽ, എറണാകുളത്ത്, കോട്ടയത്ത്, ന്യൂയോർക്കിലെ, കാലിഫോർണിയ, ഐ ഡോണ്ട് നോ ഫ്രം ഹിയർ യു ആർ വാച്ചിങ്, സിംഗപ്പൂർ ഓർ സിഡ്നി, ഓസ്ട്രേലിയ, സ്തോത്രം, ഓർ ന്യൂസിലാൻഡ്, ഓ നാഷണലി ഇന്റർനാഷണലി ഓഡിയൻസിന് നോക്കി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, അവൻ നാറാതെ പുറത്തു വന്നെങ്കിൽ നീയും നാറുവാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക് നീയും മാറുവാൻ അവൻ സമ്മതിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ നാച്ചുറലി അല്ല, സൂപ്പർ നാച്ചുറലി എല്ലാം നാറ്റങ്ങളും, ഓ ലെറ്റ് ടേൺ ഇൻടു അറോമ ഓഫ് ദ അനോയിന്റിങ്, എല്ലാം നാറ്റങ്ങളും അഭിഷേകത്തിന്റെ സുഗന്ധങ്ങളാകട്ടെ യേശുവിന്റെ നാമത്തിൽ. എൻ്റെ മോന്റെ കേസിൽ ഞാൻ നാറിപ്പോകുമോ? എൻ്റെ മോളെ കേസിൽ ഞാൻ നാറിപ്പോകുമോ? എൻ്റെ ഭാവിയിൽ ഭയപ്പെടുന്നത് അത് ഭവിച്ചാൽ ഞാൻ നാറിപ്പോകുമോ എന്ന് ചിന്തിക്കുന്നവരെ, അടിയും തകർച്ചയും സ്തോത്രം കുരിശും കല്ലറയും ഒക്കെ കടന്നു വരും. പക്ഷേ അതെല്ലാം ദൈവം അനുവദിച്ചിട്ട് അവസാനം അവനൊരു 3-ാം നാളുണ്ട്. അവസാനം അവരൊരു 3-ാം നാളുണ്ട്. ആ 3-ാം നാളിൽ അവൻ പുറത്തു വരും. അവൻ പുറത്തു വന്നെങ്കിൽ നീയും പുറത്തു വരും. ഹല്ലേലൂയ. രണ്ടുപേരെ തൊട്ട് വേഗത്തിൽ പറഞ്ഞോട്ടെ, നമുക്കൊരത്ഭുതമുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ, നമുക്കൊരത്ഭുതമുണ്ട്, നമുക്കൊരത്ഭുതമുണ്ട്, നമുക്കൊരത്ഭുതമുണ്ട്. 4 അധ്യായമേ ആ കുട്ടി പുസ്തകത്തിലുള്ളൂ. എനിക്കത് വായിക്കാനായിട്ട് ആൾമോസ്റ്റ് 18 മിനിറ്റോ മറ്റോ എനിക്ക് സമയമെടുത്തുള്ളൂ. എൻ്റെ സ്പീഡായിരിക്കണമെന്നില്ല നിങ്ങളുടെ സ്പീഡ്. ഞാൻ സാധാരണ പെൻറ്റക്കോസ്റ്റൽ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്ന ആളെന്നാണ് പലരും പറയുന്നത്. ഈ ആഴ്ച ഞാൻ ഒത്തിരി ഡ്രൈവ് ചെയ്യാൻ പോവാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ 18 മിനിറ്റ് വായിച്ചതായ ആ 4 ചാപ്റ്ററിൽ ഞാൻ കണ്ടത്, സ്തോത്രം, അതെ, മീൻ വിഴുങ്ങിയ ഒറ്റ അത്ഭുതമല്ല. ചിലർക്ക് മീൻ എന്ന് കേട്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഈ ഫിഷി സ്റ്റോറി ഇന്ന് പകൽ ഞാൻ പറയുമ്പോൾ, സ്തോത്രം, ഈ നാറ്റ കഥ ഞാൻ പറയുമ്പോൾ, ഈ കുട്ടി അതേ പുസ്തകത്തിൽ 9 അത്ഭുതങ്ങളാണ് കർത്താവ്, സ്തോത്രം, ഒരു മനുഷ്യന് വേണ്ടിയും ഒരു മനുഷ്യനിലൂടെയും ദൈവം ചെയ്തത്. അത്ഭുതത്തിന് 2 ദിശകളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അയ്യോ, ഇതൊരു ഭയങ്കര സംഭവം കേട്ടോ. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്നു, നിന്നിലൂടെ ദൈവം അത്ഭുതം ചെയ്യുന്നു. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ഒരുങ്ങിക്കോ, ഒരുങ്ങിക്കോ. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്നു, നിന്നിലൂടെ ദൈവം അത്ഭുതം ചെയ്യുന്നു. ഫോർ യു ആൻഡ് ത്രൂ യു. നിനക്ക് വേണ്ടി അത്ഭുതം ദൈവം ചെയ്യും, അത്ഭുതം ദൈവം ചെയ്യും. എത്ര പേർ ആമേൻ പറയുന്നു? അത്ഭുതം ദൈവം ചെയ്യും. ഞങ്ങൾ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾ അത്ഭുതത്തിൽ പ്രതീക്ഷിക്കുന്നവരാണ്. 3 തത്വങ്ങൾ, 3 സ്തോത്രം, അതെ, 3 ഇസങ്ങൾ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. ഒന്ന് നിരീശ്വരവാദം. നിരീശ്വരവാദികൾ സ്തോത്രം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവത്തിന്റെ അത്ഭുതത്തിലും വിശ്വസിക്കുന്നില്ല. നമ്പർ 1, നിരീശ്വരവാദികൾ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ദൈവത്തിന്റെ അത്ഭുതത്തിലും വിശ്വസിക്കുന്നില്ല. രണ്ടാമത്, സ്തോത്രം, വേറൊരു ഇസമുണ്ട്. എത്തിസം കഴിഞ്ഞിട്ട് ഒന്നാമത്തേത് എത്തിസം, രണ്ടാമത്തേത് ദൈസം, DEISM, ദേവമതം. ദേവമതം. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പക്ഷെ അവർ മതമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവർ മതമാണ്. അവർ സ്തോത്രം പറയുന്നത് ദൈവം അത്ഭുതം പണ്ട് ചെയ്തിരുന്നു, ദൈവം സൃഷ്ടിയിൽ അത്ഭുതം ചെയ്തു, അല്ലെങ്കിൽ ദൈവം പണ്ട് കാലത്ത് അത്ഭുതം ചെയ്തു, പക്ഷെ ഇന്ന് അത്ഭുതം ദൈവം ചെയ്യുന്നില്ല. ഇന്ന് അത്ഭുതം ആവശ്യം ഇല്ല. ഇന്ന് അത്ഭുതം ദൈവം ചെയ്യുന്നില്ല. അത്ഭുതം പ്രതീക്ഷിക്കേണ്ട അത്ഭുതം ഏതാണ്ട് കുറഞ്ഞ കേസാണ്. ഞാൻ പറയട്ടെ, ഭൂരിപക്ഷം ബൈബിൾ ടീച്ചേഴ്സും ഭൂരിപക്ഷം TV പ്രാസംഗികന്മാരും സ്തോത്രം ദേവമതക്കാരാണ്. കാരണം അവരെ അത്ഭുതത്തെ വെട്ടുകയാണ്, അത്ഭുതത്തെ കുത്തുകയാണ്. അതുകൊണ്ട് പടവലങ്ങ പോലെ ഈ ചരിഞ്ഞു കിടക്കുന്ന ഈ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെട്ടത് K. കരുണാകരനോ EK നായനാരോ അല്ല, തൃത്വത്തിൽ 3ാമനായ പരിശുദ്ധാത്മാവത്രേ. ഒരിക്കൽ അത്ഭുതം ചെയ്തിട്ട് പിന്നെ ആ പരിപാടി നിർത്തി, മക്കളെ ഞാൻ പണ്ട് ചെയ്തടാ, ഇപ്പോ വയസ്സായടാ എന്ന് പറയുന്നവനല്ല ദൈവം. അവൻ ഇന്നലെയും ഇന്നും, എൻ്റെ യേശു ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ്. അതുകൊണ്ട് സ്തോത്രം, നിരീശ്വരവാദം, ഏത്യസം വേണ്ട. 2, തെയ്സം, ദേവമതം വേണ്ട. 3, തെയ്സം, THEISM, ഈശ്വരവാദം. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്തോ വാദമാണ്? കാലിനെയും കയ്യിലും വാദം അല്ല ഞാൻ പറയുന്നത്. കമാൺ, എല്ലാവരും ശബ്ദം ഉയർത്തി ആരോഗ്യത്തോടെ പറഞ്ഞാട്ടെ, ഈശ്വരവാദം പറഞ്ഞാട്ടെ.
ദേശം, സഭ ദേശമാണ്. സഭ ദേശമാണ്, അല്ലാതെ ദേശമല്ല. സഭ മതമല്ല പറയേണ്ടത്. പ്രീച്ചർ, നീ എന്നെ കേൾക്കുന്നു? നീ കൊയിലാണ്ടി ഇരുന്ന് കേൾക്കുന്നോ, കുമ്പനാട് ഇത് കേൾക്കുന്നു? പുന്നലൂരെ നിനക്കെന്നെ കേൾക്കാമോ? മുളക്കടയം നിനക്കെന്നെ ശ്രദ്ധിക്കാമോ? ചിങ്ങമനമേ, നീ എന്റെ ശബ്ദത്തെ കേൾക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്ന, നീ ദേശത്തിലല്ല ആയിരിക്കേണ്ടത്. നീ മതമല്ല പറയേണ്ടത്. നീ ദൈവത്തിന്റെ ശക്തിയും വചനവുമാണ് നീ പറയേണ്ടത്. ഈശ്വരവാദത്തിന്റെ പ്രത്യേകത, അന്ന് ദൈവം സൃഷ്ടിച്ചു, അന്നൊക്കെ ദൈവം അത്ഭുതം ചെയ്തു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു, ഇന്നും അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നു, നാളെയും ചെയ്തുകൊണ്ടിരിക്കും. Hallelujah. Oh, glory to God. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ ആക്സിഡന്റും തകർച്ചയും അല്ല പ്രതീക്ഷിക്കേണ്ടത്. രാവിലെ നീ മോർച്ചറിയും ശവപ്പെട്ടിയും അല്ല പ്രതീക്ഷിക്കേണ്ടത്. രാവിലെ നീ പോരാട്ടവും മന്ത്രവാദവും അല്ല നീ പ്രതീക്ഷിക്കേണ്ടത്. അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവം ജീവിക്കുന്നത് കൊണ്ട് ശബ്ദമുയർത്തി പറ, ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ്. ഇതെന്റെ അത്ഭുതത്തിന്റെ ദിനം, ഇതൊരു നന്മയുടെ ദിനം, ഇതൊരു അനുഗ്രഹത്തിന്റെ ദിനം. യേശുവിൻ നാമത്തിൽ ഏത് അടിത്തട്ടിൽ ഞാൻ കിടന്നാലും എൻ്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരുന്ന ദിനം എനിക്ക് നേരെയില്ല. സ്തോത്രം. സമുദ്രത്തിന്റെ ഏത് അടിത്തട്ടിൽ ഞാൻ കിടന്നാലും അവിടെ സൂര്യപ്രകാശത്തിന് ഇറങ്ങിച്ചെല്ലാൻ പറ്റത്തില്ല. അവിടെ സ്തോത്രം, സൂര്യപ്രകാശം ഇറങ്ങിച്ചെല്ലത്തില്ല. ഇറ്റ്സ് എ റിയലി ക്ലോസ്ട്രോഫോബിയ എന്ന് പറയത്തക്ക ക്രമത്തിൽ സ്തോത്രം അവന് കിടക്കുകയാണ്. ഞാൻ വെള്ളത്തിൽ വീണിട്ടുണ്ട്. റിയലി 7 വയസ്സ് പ്രായം ഞാൻ വെള്ളത്തിൽ വീണിട്ടുണ്ട്. മലയങ്കിലുള്ള എൻ്റെ ഒരു അങ്കിള്, രവി അങ്കിള്, ഇടക്കിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വരും. സ്തോത്രം. സുതന്തിയെ ആദ്യം എന്നെ വാരിയെടുത്ത് പുറത്തേക്ക് ഇട്ടത് കൊണ്ട് കർത്താവ് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്ത പുതിയ നിയമത്തിൽ ഒരു മോശം എന്ന് വേണമെങ്കിൽ ആ അങ്കിളിനെ എന്നെ നോക്കി പറവാൻ തക്കൊണ്ട് കഴിയും. സോ വെള്ളം എനിക്ക് അന്നും പേടിയാണ്. കുടിക്കുന്ന വെള്ളം അല്ല പറയുന്നത്. സ്തോത്രം. മറ്റേ വെള്ളം എനിക്ക് പേടിയാണ്. സ്തോത്രം. നോക്ക്, വെള്ളത്തിൽ വീണു, ക്ലോസ്ട്രോഫോബിയ. സോ അടി കിടക്കുകയാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം സ്തോത്രം, നിരാശയുടെ അടിയിൽ ആരെങ്കിലും കിടക്കുന്നെങ്കിൽ, അടച്ചിട്ട റൂമുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ ഏതോ കുട്ടികൾ ഇരിക്കുന്നെങ്കിൽ, ആ വീട്ടിൽ ആര് വന്നാലും പുറത്തിറങ്ങത്തില്ല. അടിയിൽ കിടക്കുകയാണ്, ദുഃഖത്തിൽ അടിയിൽ കിടക്കുകയാണ്, വേറെ ആരെയും കാണാതെ അടിയിൽ കിടക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം എൻ്റെ ദൈവം പറയുന്നു, അവൻ അത്ഭുതങ്ങളെ ദൈവമാണ്. അത്ഭുതങ്ങളെ ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. യെസ് യെസ് യെസ്. എന്നെ ആരും കാണണ്ട, ഞാനും ആരെയും കാണണ്ട. സ്തോത്രം. എന്നെ ഞാൻ പുറത്തിറങ്ങത്തില്ല എന്ന് പറഞ്ഞ് നീ ഇരിക്കുന്നെങ്കിൽ, നിന്നെ പൂട്ടിയത് സാഹചര്യമല്ല, നിന്നെ പൂട്ടിയത് സാത്താനാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഒരു വിടുതൽ ആർക്കോ ദൈവത്തിന് തരുവാൻ ഉണ്ട്. ഹല്ലേലൂയ. എല്ലാ ഇരുട്ടിന്റെ ശക്തികളും, സകല ഫോബിയ സ്പിരിറ്റ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം പുറത്തു വരട്ടെ. മനസ്സിലാക്കുന്നോ? എല്ലാം നിരാശകൾ യേശുവിന്റെ നാമത്തിൽ പൊട്ടി പുറത്തു വരട്ടെ. എല്ലാ ഭയം യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. എല്ലാ ഭീരുത്വവും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. എല്ലാ പൂട്ടിയിട്ടതുപോലെ എല്ലാ ഇടുക്കങ്ങൾ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ആ ഞെരുക്കത്തിന്റെ അനുഭവങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത വലിയ വിശാലതയുടെ മണ്ഡലങ്ങളായി തീരട്ടെ. ആമേൻ. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ആ കുട്ടി പുസ്തകത്തിൽ ദൈവം അവന് വേണ്ടി ചെയ്തതായ അത്ഭുതമുണ്ട്. ഒന്നും നിനക്ക് വേണ്ടി ഒന്നുകിൽ ദൈവം അത്ഭുതം ചെയ്യുന്നു, ഇല്ലെങ്കിൽ നിന്നിലൂടെ വേറെ ആർക്കോ വേണ്ടി അത്ഭുതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ, ഒന്നും നിനക്ക് വേണ്ടി. സ്തോത്രം. അത് ഇടത് കൈ മാറോട് ചേർത്ത് വെച്ച് പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി അത്ഭുതം. ആ കൈ എടുക്കല്ലേ, ഇടത് കൈ മാറോട് ചേർത്ത് വെച്ച് പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി അത്ഭുതം, എനിക്ക് വേണ്ടി അത്ഭുതം. എന്നിട്ട് വലത് കൈ ഉയർത്തിക്ക്, എന്നിട്ട് വലത് കൈ ഉയർത്തി പറ, എന്നിലൂടെ അത്ഭുതം. പറ, എന്നിലൂടെ അത്ഭുതം. സ്തോത്രം പറഞ്ഞിരിക്കുക. 2 മിനിറ്റ് സ്തോത്രം പറഞ്ഞിരിക്കുക. ഒന്നും നിനക്ക് അത്ഭുതം, മറ്റൊന്നും നിന്നിലൂടെ അത്ഭുതം. ഒന്നും നിനക്ക് അത്ഭുതം, നിന്നിലൂടെ അത്ഭുതം. ഇത് കപ്പയും മീനും തിന്നുന്ന കൈകളല്ല ഈ ഉയർത്തിയിരിക്കുന്നത്. ആ ഓൺലൈൻ ഇരിക്കുന്നവർ ഇടത് കൈ മാർബോർഡ് ചേർത്ത് വെച്ച് പറ, എനിക്ക് അത്ഭുതം. വലത് കൈ ഉയർത്തിയ വീട്ടിലിരുന്ന് പറ, എന്നിലൂടെ അത്ഭുതം. ഇത് ആഹാരം തിന്നുന്നതായ കൈ അല്ല, പകരം യേശുവിന്റെ നാമത്തിൽ ഈ കൈ നീട്ടുമ്പോൾ കുരുടന്റെ കണ്ണ് തുറക്കട്ടെ. ഈ കൈ നീട്ടുമ്പോൾ ക്യാൻസറുകൾ മറയട്ടെ. ഈ കൈ നീട്ടുമ്പോൾ ഭൂതങ്ങൾ അലറി മാറട്ടെ. ഈ കൈ വയ്ക്കുമ്പോൾ മാരക രോഗങ്ങൾ അപ്രത്യക്ഷമാകട്ടെ. ഈ വിരൽ തുമ്പകളിലൂടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ കൈ വയ്ക്കുമ്പോൾ മുടന്തൻ മാനിനെ പോലെ ചാടി അതേ എഴുന്നേൽക്കട്ടെ. ശബ്ദമുയർത്തി അന്യഭാഷയിൽ ജനം ദൈവത്തെ സ്തുതിക്കും.
യോനയുടെ പുസ്തകത്തിൽ 9 അത്ഭുതം. എനിക്കെല്ലാം പറയാൻ നേരമില്ല. സ്തോത്രം. 1 തൊട്ട് പോകാം. നമ്പർ 1. 1 സ്തോത്രം, കാറ്റടിക്കുന്നു. 1:4 ഒന്നാമത്തെ അത്ഭുതം, കാറ്റടിക്കുന്നു. അവൻ വഴിതെറ്റിപ്പോയതായ തർശീസിലേക്ക് പോയ കപ്പലിനെ തടയുവാൻ കാറ്റടിക്കുന്നു. ഇന്ന് പകൽക്കാലം സ്തോത്രം, ദൈവത്തിന്റെ വിളിയിൽ നിന്ന് ഓടിപ്പോയ ഏതോ പിന്മാറ്റക്കാരൻ എന്നെ കേൾക്കുന്നു. ദൈവത്തിന്റെ വിളിയിൽ നിന്ന് ഓടിപ്പോയി ഏതോ കുടുംബങ്ങൾ, ഏതോ പാപത്തിന്റെ വഴികൾ നടക്കുന്ന വ്യക്തികൾ സ്തോത്രം എന്നെ കേൾക്കുന്നു. കേട്ടാട്ടെ. ഹല്ലേലൂയ. നിന്നിലൂടെ ഒരു പദ്ധതി ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഒരു സ്തോത്രം, അതേ സൂപ്പർ സ്റ്റാറിനെ വേറെ ദൈവം തിരഞ്ഞെടുക്കത്തില്ല. നിന്നിലൂടെ ഒരു കാര്യം ചെയ്യണമെന്ന് ദൈവം വിചാരിച്ചാൽ നിന്റെ പെർമിഷൻ വേണ്ട. നിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു കാറ്റിനെ അടിപ്പിച്ച് ആ കപ്പലിനെ തടഞ്ഞു നിർത്തി നിന്നിലൂടെ തന്നെ അത് ദൈവം പുറത്തെടുക്കും. ഓഹോ, നിന്നിലൂടെ ഒരു കാര്യം ചെയ്യണമെന്ന് ദൈവം വിചാരിച്ചാൽ നിന്നിലൂടെ തന്നെ ദൈവം അത് ചെയ്യും. കേട്ടവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ തൊട്ട് പറഞ്ഞാട്ടെ. ആള് മാറത്തില്ല. പെട്ടെന്ന് പറഞ്ഞേ, ആള് മാറത്തില്ല. നിന്നിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിച്ചത് തടയുവാൻ ഒരു മന്ത്രത്തിനും ഒരു പാസ്റ്ററിനും ഒരു ഗൂഢാലോചനയ്ക്കും കഴിയത്തില്ല. കാരണം നിന്നിലൂടെ ആ കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചത് പിണറായി സർക്കാർ അല്ല, പകരം സർവശക്തനായ ദൈവമാണ്. അത് നിന്നിലൂടെ തന്നെ വെളിപ്പെടും. അതുകൊണ്ട് നമ്പർ 1, അതിനു വേണ്ടി കാറ്റടിച്ചു. 2 വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് തന്നെ വീണത് അത്ഭുതമായി. ഹല്ലേലൂയ. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ആ കോയിനെ നിയന്ത്രിപ്പാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. മുമ്പ് ഇന്ത്യൻസ് ആണോ ഡൽഹി ഡയർ ഡെവിൾസ് ആണോ, ആ കോയിനെ നിയന്ത്രിപ്പാൻ ആ സ്തോത്രം, അതെ ദൈവത്തിന് കഴിയും. ഇതുപോലെ ഒരു ഇന്റർവ്യൂവിന് കയറി ചെല്ലുമ്പോൾ അവർ ടോസ് ഇടാൻ, അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഇന്റർവ്യൂവിനെ നിയന്ത്രിപ്പാൻ എൻ്റെ ഒരു വിസ ഓഫീസറുടെ മുൻപിൽ നിന്ന് നിൽക്കുമ്പോൾ ആ വിസ ഓഫീസറുടെ ചിന്തയും നിയന്ത്രിപ്പാൻ എൻ്റെ ദൈവത്തിന് കഴിയും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചീട്ട് വീഴട്ടെ. നന്മയ്ക്കായി ചീട്ട് വീഴട്ടെ. വെള്ളങ്ങളിൽ നിന്ന് കയറുവാൻ ചീട്ട് വീഴട്ടെ. എത്തേണ്ട സ്ഥാനങ്ങളിൽ എത്തുവാൻ ചീട്ട് വീഴട്ടെ. എവരെ ഓർമ്മിക്കാത്തവർ യേശുവിന്റെ നാമത്തിൽ ഈ മെയ് മാസത്തിൽ ഓർക്കുമാറാകട്ടെ. ഇവരുടെ പേരുകൾ എഴുതാത്ത പേനുകൾ ഇവിടെ പേനുകൾ എഴുതട്ടെ. ഇവിടെ പേപ്പറുകൾ സൈൻ ചെയ്യപ്പെടട്ടെ. കാരണം നമ്മുടെ ദൈവം, അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന്റെ പദ്ധതി പുറത്തു വരട്ടെ. എൻജോയ് ചെയ്യുന്നെങ്കിൽ കരങ്ങളെ അടിച്ചു ദൈവത്തെ സ്തുതിക്കാം. യോനയെടുത്ത് കടലിലിട്ടു. 3ാമത്തെ അത്ഭുതം, യോനയെടുത്ത് കടലിലിട്ടപ്പോൾ കടൽ ശാന്തമായി. ദൈവഹിതമില്ലാത്ത എല്ലാവരും ഇറങ്ങിപ്പോകട്ടെ. ദൈവഹിതമില്ലാത്ത എല്ലാവരും ജീവിതത്തിൽ ഇറങ്ങിപ്പോകട്ടെ. ആരും മിണ്ടുന്നില്ലല്ലോ. കമാൺ. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് പൊട്ടുന്നെങ്കിൽ എന്നെ കുറ്റം പറയല്ല, ഞാനൊരു പോസ്റ്റ്മാൻ മാത്രമാകുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് സ്തോത്രം, നിന്റെ ഫോണിൽ ടാറ്റ ബൈ ബൈ എന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ പ്രൈസ് ദി ലോർഡ്. സുരേഷങ്ങളുടെ പ്രസംഗം ഇന്ന് പകൽക്കാലം വിജയിച്ചു. കഴിഞ്ഞ 10 ദിവസമായി ഐ വാസ് പ്രഗ്നന്റ്. Let there be confusion in the camp of the enemy. ദൈവഹിതമില്ലാത്ത സകലതും, ദൈവഹിതമില്ലാത്ത സകല പാലങ്ങൾ പൊളിയട്ടെ. ദൈവഹിതമില്ലാത്തതെല്ലാം പൊളിയട്ടെ. കപ്പലുകളിൽ നിന്ന് പുറത്തു പോകാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ തോളിലൊന്ന് കുലുക്കി ഒന്ന് ചിരിക്കണം. പള്ളിയച്ച എല്ലാവരും ചിരിക്കണം. പട്ടിയും പൂച്ചയും ചിരിക്കത്തില്ല, ജീവിയും ജന്തുവും ചിരിക്കത്തില്ല. ചിരിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാലെന്തോ ഒന്ന് നോക്കിയാൽ മതി. ഒന്ന് സ്തോത്രം, അത് തോളത്തിച്ച് കുലുക്കിയെന്ന് പറഞ്ഞാട്ട് ലഗേജ് കുറഞ്ഞാൽ യാത്ര സുഗമം. പെട്ടെന്ന് പറഞ്ഞേ. ലഗേജ് കുറഞ്ഞാൽ യാത്ര സുഗമം. ലഗേജ് കുറഞ്ഞാൽ യാത്ര സുഖം. പറ മക്കളെ, പറ. ഇല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിൽ കയറ്റി നിർത്തി പറയും. പെട്ടെന്ന് പറഞ്ഞേ. ലഗേജ്, ദൈവഹിതമില്ലാത്ത എല്ലാ ലഗേജും ഇറങ്ങിപ്പോകട്ടെ. ദൈവഹിതമില്ലാത്ത എല്ലാവനും ഇറങ്ങിപ്പോകട്ടെ. ദൈവഹിതമില്ലാത്ത എല്ലാവരും. അപ്പൊ കടല് ശാന്തമായി. കുറെ നാളുകളായി നീ ഓളെങ്കിലും തിരമാലകളും കിടന്ന് മല്ലടിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. 3ാമത്തെ അത്ഭുതം, കടൽ ശാന്തമായി. നമ്പർ 4, 4ാമത് വെയിൽ. നമ്മുടെ കഥാനായകൻ, അതേ സ്തോത്രം, മീൻ വരികയാണ്. മീൻ അവനെ വിഴുങ്ങിയത് ഒരു അത്ഭുതമാണ്. ഒരു ദൂത് പെട്ടെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. സ്തോത്രം. ചിലത് വിഴുങ്ങുന്നത് തിന്മയെന്ന് നിനക്ക് ആദ്യം തോന്നും. നോ മക്കളെ, ദൈവം കൽപ്പിച്ചാക്കുന്നത് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിപ്പാൻ വേണ്ടിയാ. ആഹാ.
അതിനെ തള്ളിക്കളയല്ലേ, അതിന് നോ പറയല്ലേ. സ്തോത്രം. ദൈവം ആ മീനിനെ കൽപ്പിച്ചാക്കിയത് നിന്നെ എത്തിക്കേണ്ടത് എത്തിക്കാൻ. കാരണം കുറേ നാളുകളായി നീ ഇവിടെ കിടന്നിങ്ങനെ ലോക്കലി ചുറ്റിക്കറക്കുകയാണ്. നിന്റെ കറക്കം ഇന്ന് പകലോട് ദൈവത്തിന്റെ പ്രവാചകനാകുന്ന ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഇനി ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും നിനക്ക് കളയാൻ ഇല്ല. ഓ, മീന് അവനെ വിഴുങ്ങിയത് അവനെ എത്തിക്കേണ്ടടുത്ത് അവനെ എത്തിപ്പാൻ വേണ്ടിയാണ്. സ്തോത്രം. മീൻ അവനെ വിഴുങ്ങിയത്. ഓ, വീണ്ടും ഞാൻ പറയുന്നു, സ്തോത്രം. 5ാമത്തെ അത്ഭുതം, മീൻ അവനെ ഛർദ്ദിച്ചത്. 2:10 മീൻ അവനെ ഛർദ്ദിച്ചത്. സ്തോത്രം. അടുത്ത അത്ഭുതമാണ്. കാരണം നമ്മുടെ ഈ മത്തിയും അയലയും പോലെയല്ല ഈ അവനെ വിഴുങ്ങിയതായ മീന്. ഓ, അതൊരു ബെത്തച്ചേപ്പലോ എന്ന് പറഞ്ഞാൽ തെലുങ്കാണ്. അത് വലിയ മീനാണ്. സ്തോത്രം. അത് വലിയ മീനായതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് സ്തോത്രം ഇന്റർനെറ്റിൽ മറ്റും തപ്പുമ്പോൾ കിട്ടും. അതൊരു സെമി ഹൈഡ്രോക്ലോറിക് ആസിഡ് പോലെയാണ്. റിയലി അത് നിന്നെ ദഹിപ്പിച്ച് കളയും. നിന്റെ DNA RNA പോലും പിന്നെ ആർക്കും സ്തോത്രം കിട്ടത്തില്ല. നിന്റെ അസ്ഥി പോലും കാണത്തില്ല കുറേ നാളുകൾ കഴിഞ്ഞാൽ. അതൊരു സെമി ആസിഡ് പോലെയാണ്. മാത്രമല്ല ഒടുക്കത്തെ നാറ്റം. പക്ഷെ ഇന്ന് പകൽക്കാലം നാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക്, നാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക്, ആ ഒടുക്കത്തെ നാറ്റത്തിലും ആ സെമി ആസിഡ് പോലെയുള്ള ഒരു വല്ലാത്ത അമ്ലത്തിൽ യവൻ കിടന്ന് പൊളയുമ്പോൾ, സ്തോത്രം, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തമ്പുരാൻ കൽപ്പിച്ചതാണെങ്കിൽ ആർക്കും നിന്നെ ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ കഴിയത്തില്ല. നീ കയറി ഇറങ്ങുമായിരിക്കും, അഗ്നിയിലൂടെ നീ പോകുമായിരിക്കും, വെള്ളത്തിലൂടെ പോകുമായിരിക്കും. പക്ഷെ ആ അഗ്നി നിന്നെ ചാരമാക്കത്തില്ല, ആ വെള്ളം നിന്നെ മുക്കത്തുമില്ല. യെസ് പ്രോബ്ലം നിനക്കുണ്ട്. പക്ഷെ നിനക്കൊരു ഛേദമില്ലാതെ ദൈവകൃപകൾ നീ പുറത്തു വരും. ഇത് അടച്ചിടുന്ന പുസ്തകമല്ല. ത്രൂട്ട് ഇന്ത്യ ഞാൻ അധികാരത്തോടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഒത്തിരി മീറ്റിംഗ്. ഇത് അടച്ചിടുന്ന പുസ്തകമല്ല, ഇത് പുറത്തെടുക്കുന്ന പുസ്തകമാണ്. നോഹ പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്നു, അബ്രഹാം മെസൊപ്പൊത്താമിയിൽ നിന്ന് പുറത്തു വന്നു, മോശ കൊട്ടാരത്തിൽ നിന്ന് പുറത്തു വന്നു, ഇസ്രായേൽ മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നു, ഏലിയാവ് മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നു, ഏലിശ യോർദാനിൽ നിന്ന് പുറത്തു വന്നു, യോസെഫ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു, ദാനിയേൽ സിംഹക്കുഴിയിൽ നിന്ന് പുറത്തു വന്നു, പത്രോസ് ജയിലിൽ നിന്ന് പുറത്തു വന്നു, പൗലോസ് കപ്പൽച്ചരത്തിൽ നിന്ന് പുറത്തു വന്നു, യോഹന്നാൻ പത്മോസ് ദ്വീപിൽ നിന്ന് പുറത്തു വന്നു. അതിനേക്കാൾ ഉപരിയായി യഹൂദ ഗോത്രത്തിലെ സിംഹം കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. ഇത് പുറത്തെടുക്കുന്ന പുസ്തകം. അവരൊക്കെ പുറത്തു വന്നെങ്കിൽ ഇന്ന് നീ പോകുന്ന ഈ താൽക്കാലികമായ വിഷയത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ നീയും പുറത്തു വരുവാൻ വേണ്ടി പോകുന്ന ആന്റി പുറത്തു വരാൻ വേണ്ടി പോകുന്ന ശബ്ദമുയർത്തി 4 പേരെ തൊട്ട് പറ, അത്ഭുതമായി പുറത്തു വരാൻ പോകുന്ന. പെട്ടെന്ന് പറഞ്ഞേ, അത്ഭുതമായി പുറത്തു വരാൻ വേണ്ടി പോകുന്ന. കാറ്റടിച്ചത് അത്ഭുതം, ഹല്ലേലൂയ. അവന്റെ ചീട്ട് വീണത് അത്ഭുതം, കടല് ശാന്തമായത് അത്ഭുതം, മീൻ വിഴുങ്ങിയത് അത്ഭുതം, മീന് ഛർദ്ദിച്ചത് അത്ഭുതം. ഇനി സ്തോത്രം. പ്രസംഗം കഴിഞ്ഞിട്ട് പ്രീച്ചർ ഇരുന്നപ്പോ, ശുശ്രൂഷ കഴിഞ്ഞിട്ട് പുള്ളി ഇരുന്നപ്പോ അവന് തണൽ കൊടുത്തത് അസോസിയേറ്റ് പാസ്റ്റേഴ്സ് അല്ല, അവന് തണൽ കൊടുത്തത് ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒറ്റ രാത്രി കൊണ്ട് വളർന്നതായ ഒരു ആവണക്കാണ്. ഒറ്റ രാത്രി കൊണ്ട് വളർന്ന ആവണക്ക് ഞാൻ നോക്കുമ്പോൾ 1.5 വർഷം വേണം ആ സൈസിൽ ഒരെണ്ണം വളർന്നു വരണമെങ്കിൽ. 1.5 വർഷം വേണം. സ്തോത്രം. അതെ, 1.5 വർഷം വേണം. എന്നാൽ ദൈവത്തിന്റെ കാര്യം, സ്തോത്രം. എനിക്ക് ഒരു പ്രസംഗം ഞാൻ പെട്ടെന്ന് പറയട്ടെ. സ്തോത്രം. അതെ, നേരത്തെ അങ്ങ് വളർത്തി നിർത്തിയിട്ടല്ല ദൈവം പലതിൽ ഇരുത്തുന്നത്. ആരോടെ ഞാൻ പറഞ്ഞേ? നേരത്തെ ഇരുത്തിയിട്ടല്ല ചിലതിൽ ദൈവം ഇരുത്തുന്നത്. ചില ജോലികളൊന്നും കാണത്തില്ല, ചില പ്രപ്പോസലുകളൊന്നും കാണത്തില്ല. പക്ഷെ ഇത് ഇരുന്ന് കഴിയുമ്പോൾ, ഹിതത്തിൽ ഇരുന്ന് കഴിയുമ്പോൾ, ദൈവഹിതത്തിൽ ദൈവത്തിന്റെ ഹിതത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഫേവറായി ചിലത് ആർക്ക് വേണം?
ഫേവറായി ചിലത് വർഷങ്ങൾ കൊണ്ട് വളരേണ്ടത് ഓവർനൈറ്റായി വളർത്തി നിനക്ക് തണലായി തരുന്നവനാണ് ദൈവം. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. മറ്റുള്ള പാസ്റ്റർമാരും ബിഷപ്പുമാരും മറ്റുള്ള വിശ്വാസികളും മറ്റുള്ള അങ്കിളും ആന്റിയും നിന്റെ റിലേറ്റീവ്സും ഫാമിലി മെമ്പേഴ്സും നാട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞത് ഞാൻ വർഷം കൊണ്ടാണ് ഇത് നേടിയത്, എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ നിനക്കൊരു സൂപ്പർ നാച്ചുറൽ ടെസ്റ്റിമണി ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. ഓ കം ഓൺ, ഹല്ലേലൂയ, സ്തോത്രം. നിനക്കൊരു സൂപ്പർ നാച്ചുറൽ ടെസ്റ്റിമണി ഉണ്ട്. വേണ്ടേ? യേശുവിന്റെ നാമത്തിൽ അവിശ്വാസം വിട്ടുപോകട്ടെ, വിശ്വാസം വെളിപ്പെടട്ടെ. മറ്റുള്ളവൻ വർഷം കൊണ്ട് നേടിയത് ഒറ്റ രാത്രി കൊണ്ട് തണലായി കരുതലായി നിനക്കും ഇതേ ദൈവം വളർത്തുന്നു. കൈയടിക്കാൻ നിങ്ങൾ നന്നായി കരങ്ങളടിച്ചേ. ഓവർനൈറ്റ് കൊണ്ട് അത് വളർന്നു വന്നത് അതൊരു അത്ഭുതമാണ്. സ്തോത്രം. വീണ്ടും നമ്പർ 7, 7ാമത്തെ അത്ഭുതം. ആ ഓവർനൈറ്റ് കൊണ്ട് അത് വളർന്നപ്പോൾ നീ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. നീ മറ്റേ അമേരിക്കയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അമ്മമ്മയിലേക്കാണ് നിന്റെ നോട്ടം. നീ കുവൈറ്റിൽ നിന്ന് മറ്റേ പൈസ അയക്കുന്ന അച്ചാച്ചനെയാണ് നോക്കുന്നത്. നീ അപ്പനെയാണ് ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ പാരൻസിനെയാണ് നീ തണലായി ആശ്രയിക്കുന്നത്. എന്നാൽ നീ ആശ്രയിക്കേണ്ടവനെ ആശ്രയിക്കാൻ നീ ആ വരുമാനം തരുന്ന കമ്പനിയിലല്ല ആശ്രയിക്കേണ്ടത്. നീ ആശ്രയിക്കേണ്ടവനെ ആശ്രയിക്കാൻ ആ പുഴുവിനെ എഴുന്നേൽപ്പിച്ച് ആ വേരിനെ കുത്തിപ്പിച്ച് ആ പുഴുവിനെ കൊണ്ട് ചെയ്തത് 7ാമത്തെ അത്ഭുതം. ഏതൊക്കെ മ്യൂസിയത്തിൽ ഡോൾഫിൻ ആരൊക്കെയോ ട്രെയിൻ ചെയ്യുന്നത്, ഡോൾഫിൻ്റെ സർക്കസ്. എവിടെയോ തിമിംഗലത്തെയും ആൾക്കാർ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു സർക്കസിലും പുഴുവിനെ ട്രെയിൻ ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുതിരയെ ട്രെയിൻ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഞാൻ കണ്ടിട്ടില്ല ഡോൾഫിൻ ചാടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. തിമിംഗലം ചാടുന്നത് കണ്ടിട്ടില്ല. പക്ഷേ സ്തോത്രം നോക്കണമേ, അത് പുഴുവിനെ ട്രെയിൻ ചെയ്ത് കണ്ടിട്ടില്ല. ദൂത് ഇതാണ്, ആര് പറഞ്ഞാലും കേൾക്കാത്ത പുഴു. പറയേണ്ടവൻ പറഞ്ഞാൽ കേൾക്കും. ആര് പറഞ്ഞാലും കേൾക്കാത്ത IAS കാരൻ, ആര് പറഞ്ഞാലും കേൾക്കാത്ത മന്ത്രി, ആര് പറഞ്ഞാൽ കേൾക്കാത്ത നേതാവ്, യേശുവിന്റെ നാമത്തിൽ ഈ മെയ് മാസത്തിൽ എന്റെ തമ്പുരാൻ അവനോട് ഇടപെടാൻ പോവാ. മാറ്റം. ആര് പറഞ്ഞാലും കേൾക്കാത്തവൻ ദൈവം ഇടപെടാൻ പോവാ. ദൈവം പറയാൻ പോവാ. നിന്റെ പ്രാർത്ഥന നീ പറയേണ്ടവരോട് പറഞ്ഞാൽ മതി. നീ പ്രാർത്ഥിക്കേണ്ടവരോട് പ്രാർത്ഥിക്ക്. നിന്റെ സ്വരം സ്വർഗത്തിൽ മുഴങ്ങട്ടെ. നീ പറയേണ്ടവരോട് നീ പറയുമ്പോൾ ദൈവം പറയേണ്ടവനോട് ദൈവം പറഞ്ഞുകൊള്ളും. പറഞ്ഞ് നിർത്തിയത് കിഴക്കൻ കാറ്റ് വന്ന് ആവണക്കിനെ ഉണക്കിയത് 7ാമത്തെ അത്ഭുതം. സ്തോത്രം. അതെ, തിന്മയുടെ കാറ്റ് വന്ന് അതിനെ ഉണക്കിയത് 7ാമത്തെ അത്ഭുതം. ഹല്ലേലൂയ. 8ാമത്തെ അത്ഭുതം. സ്തോത്രം. 1, അതെ, കാറ്റ് തിന്മയ്ക്കായി വീശി. 2, അവന് ചീട്ട് വീണു. 3, കടൽ ശാന്തമായി. 5, 4 മീൻ വിഴുങ്ങി. 5 മീൻ അവനെ വോമിറ്റ് ചെയ്തു. 6, സ്തോത്രം, ആവണക്ക് വളർന്നു. 7, പുഴു വന്ന് കുത്തി. 8 വന്നിട്ട് സ്തോത്രം, അതെ, കിഴക്കൻ കാറ്റ് വീശി. 8 അത്ഭുതം യോനയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത്. കേട്ടോ? രാമേൻ പറഞ്ഞേ. 8 അത്ഭുതം യോനയ്ക്ക് വേണ്ടി ചെയ്തപ്പോൾ 9ാമത്തെ അത്ഭുതം ദൈവം യോനയിലൂടെ ചെയ്തതായി വേദപുസ്തകം പറയുന്നു. 1,20,000 പേർ മാനസാന്തരപ്പെട്ടു. 1,20,000 പേർ മാനസാന്തരപ്പെട്ടു. 1,20,000 പേർ മാനസാന്തരപ്പെട്ടു. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ഏറ്റവും വലിയ റിവൈവലാണ് നിങ്ങൾക്ക് ബൈബിളിൽ കാണുവാൻ തക്കോണം കഴിയുന്നത്. പത്രോസ്, സ്തോത്രം, അത് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ 3000 പേരാണ് സ്നാനപ്പെട്ടത്. പത്രോസിന്റെ പ്രസംഗത്തിൽ 3000 പേരാണ് സ്നാനപ്പെട്ടത്. യെരുശലേം ചർച്ചിൽ പിന്നത്തേതിൽ 5000 പേര് സ്നാനപ്പെട്ട ദൈവസന്നിധിയിൽ കടന്നു വന്നു. എന്നാൽ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ റിവൈവൽ, ബൈബിളിലെ ഏറ്റവും വലിയ ഉണർവ് നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയുന്നത് 1,20,000 പേർ മാനസാന്തരപ്പെട്ട് പട്ടണം മുഴുവൻ മാനസാന്തരപ്പെട്ട്.
ഹല്ലേലൂയ. പട്ടണം മുഴുവൻ മാനസാന്തരപ്പെട്ടു. ഡോക്ടർ ബില്ലി ഗ്രഹാം ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു പട്ടണത്തെ പോയി ക്രൂസേഡ് നടത്തുമ്പോൾ ആ സിറ്റി മുഴുവൻ മാനസാന്തരപ്പെട്ടാൽ പുള്ളിക്ക് എത്ര ഭയങ്കര സന്തോഷമായിരിക്കുക. നോക്കണമേ, സ്തോത്രം. എങ്ങാണ്ട് അടിത്തട്ടിൽ കിടന്നവൻ, എങ്ങാണ്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടന്നവൻ, അവനെ ദൈവം പൊക്കി. എന്നാൽ മനസ്സിലാക്കുക, കൺക്ലൂഷൻ ഇതാണ്: ദൈവം അവനെ പൊക്കി. ദൈവമായ കർത്താവ് അവനെ, സ്തോത്രം, ഇതാ ഈ സിറ്റിയിൽ, ഏത് സിറ്റി? ഈ സ്തോത്രം, ഏത് സിറ്റിയിൽ പറ, പട്ടണത്തിന്റെ പേര് പറ. തർസീസ് അല്ല, നിനവേ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ഏത് സിറ്റിയിൽ? നിനവയിൽ ഉണർവിന് വേണ്ടി ദൈവം നിർത്തി. എന്നാൽ നോക്ക, യേശു കർത്താവ് പറഞ്ഞത് യോന, വെള്ളത്തിൽ വീണ യോനയെ കുറിച്ച് അല്ല യേശു പറഞ്ഞത്. സ്തോത്രം. യേശു പറഞ്ഞത് ഭൂമിക്ക് അടിയിൽ 3 ദിവസം ഞാൻ ഇരിക്കുന്ന പോലെ അതെ യോന ആയിരുന്നു. സോ ദാറ്റ് മീൻസ് യോനയെ കർത്താവ് റിസറക്ഷനുമായിട്ടാണ് ഉപമിച്ചത്. കേട്ടവർ ആമേൻ പറഞ്ഞേ. ഉയർപ്പുമായിട്ടാണ് കർത്താവ് ഉപമിച്ചത്. ഉയർപ്പായിട്ട്. വെള്ളത്തിൽ വീണ യോനയല്ല ബൈബിളിലെ യോന. വെള്ളം മാത്രം കൊണ്ട് പരിപാടി തീർന്നില്ല. മീനിന്റെ, സ്തോത്രം, അതേ വയറ് കൊണ്ട് മാത്രം പരിപാടിയും തീർന്നില്ല. വെള്ളവും മീനിന്റെ വയറിനും അപ്പുറത്ത് യോനയ്ക്ക് പറവാൻ ഒരു ചരിത്രമുണ്ട്. യോനയുടെ പുസ്തകം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ പറയുന്നു, കടൽ പുല്ല് എനിക്ക് തലയണയായിരുന്നു. യോനയുടെ പുസ്തകം 2-5-6 നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് വിത്തൗട്ട് ഹെസിറ്റേഷൻ, ഒരു മടിയും കൂടാതെ ഞാൻ പറയട്ടെ, മരിച്ച യോന തന്റെ മരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. യെസ്, അത് മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. വെള്ളത്തോളം പ്രാണനോളം എന്നെ വളഞ്ഞു, ആടി എന്നെ ചുറ്റി, കടൽ പുല്ല് എനിക്ക് തലപ്പാവായിരുന്നു. കടൽ പുല്ല്, കടൽ വെള്ളത്തിലല്ല, കടലിന്റെ അടിത്തട്ടിൽ കടൽ പുല്ല് എനിക്ക് തലപ്പാവായിരുന്നു. അർത്ഥം, കടൽ പുല്ലിൽ, കടലിന്റെ അടിത്തട്ടിൽ മണ്ണുണ്ട് മക്കളെ. സ്തോത്രം. ആ പുല്ലിൽ അവൻ തല വെച്ച് കിടക്കുകയായിരുന്നു. അവൻ ശ്വസിച്ചല്ല കിടന്നത്. കടലിന്റെ അടിത്തട്ടിൽ, മെഡിറ്ററേനിയൻ കടലിന്റെ അടിത്തട്ടിൽ അവൻ, സ്തോത്രം, വീട് ചെന്നവന്റെ തലപ്പാവിലാവണമെങ്കിൽ മിനിറ്റുകൾ അവൻ വെള്ളത്തിലൂടെ ഡ്രൗൺ ചെയ്യണം, മുങ്ങിക്കൊണ്ടിരിക്കണം. അവന്റെ ശ്വാസകോശത്തിൽ വെള്ളം പോയി കാണും, അവൻ മരിച്ചു കാണും. മാത്രമല്ല അടുത്ത ഭാഗം പറയുന്നു, ഞാൻ പർവ്വതങ്ങളുടെ അടിവാരത്തോളം ഇറങ്ങി, ഭൂമി തന്റെ ഓടാമ്പകളാൽ സദാകാലത്തേക്കും എന്നെ അടച്ചിരുന്നു. നീയോ എൻ്റെ ദൈവമായ യഹോവേ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. സ്തോത്രം. നീയോ യഹോവേ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, കുഴിയിൽ നിന്ന്. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, കുഴിയിൽ നിന്ന് എന്നതിന് ഒരു ട്രാൻസ്ലേഷൻ ഞാൻ കണ്ടത് ഷിയോളിൽ നിന്ന്, അല്ലെങ്കിൽ സോൾ എന്ന് പറഞ്ഞാൽ സൗത്ത് കൊറിയൻ സോൾ അല്ല, ഷിയോളിൽ നിന്ന്, അല്ലെങ്കിൽ ഹേഡീസിൽ നിന്ന്, അബ്രഹാമിന്റെ മടിയിൽ നിന്ന്. പഴയ നിയമത്തിൽ വിശുദ്ധന്മാർ മരിക്കുമ്പോൾ പോകുന്ന പാതാളത്തിൽ നിന്ന് എൻ്റെ പ്രാണനെ നീ കയറ്റിയിരിക്കുന്നു. മനസ്സിലായ രാമൻ പറഞ്ഞേ. ഞാൻ എവിടെ കിടന്നു, ഞാൻ എവിടെ നിന്ന് വന്നെന്നറിയോ? നിങ്ങൾ കൈയടിച്ചു 1,20,000 പേർ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞപ്പോ, പട്ടണം മുഴുവൻ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കൈയടിച്ചു. എന്നാൽ യോന എന്ന് അവൻ പറയുന്നു, ഞാൻ വന്നത് പ്രീച്ചേഴ്സ് ചേംബറിൽ നിന്നല്ല, ഞാൻ വന്നത് സെമിനാരിയിൽ നിന്നല്ല, എനിക്ക് പറവാനൊരു ചരിത്രമുണ്ട്. ഞാൻ വന്നത് എവിടെയാണ്? അതെ, ഞാൻ പർവ്വതങ്ങളുടെ അടിവാരത്തിൽ, സ്തോത്രം, ഭൂമിയുടെ, അതെ, കടലിന്റെ അടിത്തട്ടിലായിരുന്നു. കടൽ തട്ടിൽ, ഭൂമിയുടെ അടിത്തട്ടിൽ, അതായത് കടലിന്റെ അടിത്തട്ടിൽ ഞാനായിരുന്നു. എന്റെ പ്രാണൻ ഷിയോളിൽ, കുഴിയിലായിരുന്നു, പാതാളത്തിലായിരുന്നു. അർത്ഥം, യോനയെടുത്ത് അവർ കപ്പലിൽ നിന്ന് എറിയുമ്പോൾ മരിച്ചവനായി അവൻ കടലിന്റെ അടിത്തട്ടിൽ കിടന്നു. ഇന്ന് പകൽക്കാലം സ്വപ്നങ്ങൾ ചത്തുകിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിയോഗങ്ങൾ ചത്തുകിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, വിളി ചത്തുകിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവം കൽപ്പിച്ചിട്ട് ഒരു മത്സ്യം വരുന്നുണ്ട് നിന്നെ അവിടെ നിന്ന് പോകാൻ. കമാൻ, കരങ്ങൾ അടിച്ച്. ദൈവം കൽപ്പിച്ചിട്ട് ചിലത് വരുന്നുണ്ട് യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. നാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാൻ
സ്തോത്രം. ഇതാ ദൈവം കൽപ്പിച്ചിട്ട് വരുന്നുണ്ട്. അവൻ അടിത്തട്ടിൽ കിടക്കുകയാണ്. സ്തോത്രം. മിക്കവാറും ഞാൻ ഇങ്ങനെ പറയട്ടെ, അവൻ ചത്തവിടെ അടിത്തട്ടിൽ, കടലിന് അടിത്തട്ടിൽ കിടന്നപ്പോൾ അവൻ അവിടെ കിടക്കേണ്ടവനല്ല, അവൻ അവിടെ കിടന്ന നശിക്കേണ്ടവനല്ല. ഇവന്റെ മേലൊരു നിയോഗമുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറഞ്ഞു പെട്ടെന്ന് നിർത്താം. നിയോഗമുള്ളവൻ നശിച്ചു കിടക്കുന്നത് തിരുവനന്തപുരം കാണുകയില്ല. ദൈവത്തിന്റെ നിയോഗമുള്ളവൻ നശിച്ചു കിടക്കുന്നത് ഭാരതം കാണുകയില്ല. നിയോഗമുള്ളവൻ നിയോഗത്തോടെ ശുശ്രൂഷിക്കുന്നത് സ്തോത്രം ലോകം കാണുകയുള്ളൂ. ദൈവത്തിന്റെ നിയോഗം, ദൈവത്തിന്റെ നിയോഗം. നീ നിനവയിലേക്ക് പോകണം. അതാണ് നിയോഗം. നിന്നിലൂടെ ഒരു പദ്ധതിയുണ്ട്. അതാണ് നിയോഗം. എഴുന്നേറ്റ് നിന്ന് 4 പേരെ തൊട്ട് പറ, എനിക്ക് എൻ്റെ മേലൊരു നിയോഗമുണ്ട്, എൻ്റെ മേലൊരു നിയോഗമുണ്ട്, എൻ്റെ മേലൊരു പ്ലാൻ ഉണ്ട്, എൻ്റെ മേലൊരു പ്ലാൻ ഉണ്ട്, എൻ്റെ മേലൊരു പ്ലാൻ ഉണ്ട്. നിന്റെ മേലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിന്റെ പൂട്ടിയിടുന്ന മാനുഷികവും പൈശാചികവുമായ സകല വെള്ളങ്ങളും സകല മീനിന്റെ വയറുകൾ പോലെയുള്ള നാറ്റക്കേസുകളും ഇന്ന് പകൽക്കാലം പൊട്ടി മാറട്ടെ. നിയോഗമുള്ളവൻ ഇന്ന് പകൽ പുറത്തു വരികയാണ്. ആർക്ക് വേണം? ആർക്ക് വേണം? നിയോഗമുള്ളവൻ. നിയോഗമുള്ളവൻ. നിനക്കും നിയോഗമുണ്ടെങ്കിൽ ഇന്ന് പകൽ ശത്രുവിന്റെ ജയിലുകൾ പൊളിഞ്ഞിരിക്കും. Come on. Hallelujah. നിയോഗമുള്ളവൻ, നിയോഗമുള്ളവൻ സ്തോത്രം പുറത്തു വരികയാണ്. മീനവനെ വിഴുങ്ങി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് അവൻ ഓടിപ്പോയത്. നിനവേ ഈ വശത്താണ്, അവൻ പോയത് തർസീസിലേക്കാണ്. പക്ഷെ യേശുവിൻ നാമത്തിൽ ഞാൻ പെട്ടെന്ന് പറയട്ടെ, സ്തോത്രം, ഇരട്ടി ദൂരം അവൻ അങ്ങോട്ട് പോയപ്പോ മനുഷ്യന്റെ കപ്പൽ പോകത്തില്ല. ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു മീനിനെ കൊണ്ട് സൂപ്പർ നാച്ചുറലി ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് യേശുവിൻ നാമത്തിൽ സൂപ്പർ നാച്ചുറലി ആരുടെയോ വേഗത വർദ്ധിക്കുകയാണ്, ആരുടെയോ വേഗത വർദ്ധിക്കുകയാണ്. വേഗത വർദ്ധിക്കുകയാണ്, വേഗത വർദ്ധിക്കുന്നു. ശബ്ദമുയർത്തി എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. നിന്റെ വേഗത വർദ്ധിക്കുന്ന ദിവസങ്ങൾ. ആമേൻ, ആമേൻ, ആമേൻ. ക്രൂരരായ ജനം, അശൂർ രാജ്യത്തിന്റെ തലസ്ഥാനം, തലയോട്ടിക്കൊണ്ട് സ്തോത്രം അതേ പിരമിഡ് പണിയുന്നവർ അവരിതാ നോക്കുമ്പോ ഒരു പടുകൂട്ടൻ മത്സ്യം ആ ബീച്ചിലേക്ക് ഇതാ കയറി വരികയാണ്. പടുകൂട്ടൻ മത്സ്യം സ്തോത്രം ബീച്ചിനരികിലേക്ക് കയറി വന്നിട്ട് പെട്ടെന്ന് അവൻ വാ തുറന്ന് സ്തോത്രം അതേ നോക്കുമ്പോ വായിലൂടെ ഷേപ്പെല്ലാം നഷ്ടപ്പെട്ട് നാറി ഒരു വല്ലാത്ത കോലമായി ഒരുത്തനിതാ പുറത്തേക്ക് ഇറങ്ങിയാണ്. നാറ്റ കേസായി ഒരുത്തനതാ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നാറ്റ കേസായി. അവന്റെ കാര്യം പറയാതിരിക്കുക നല്ലത്. പുള്ളിയുടെ കാര്യം പറയാതിരിക്കുക നല്ലത്. പുള്ളിയുടെ കാര്യം പറയാതിരിക്കുക നല്ലത്. അപ്പം നാറ്റ കേസാ. അങ്ങനെയാണെങ്കിൽ നീ ഒരു സൂപ്പർ സ്റ്റാറിനെ കൊണ്ടുപാടോ. അവനിലൂടെ എന്തോ ഉണ്ടാക്കിയാ നടക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. കമോൺ, നിങ്ങൾ കേട്ടില്ല, നിങ്ങൾ കേട്ടില്ല. എക്സ്ക്യൂസ് മീ. ഹല്ലേലൂയ. ആ വാക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഡിക്ഷണറി കാണത്തില്ല. എല്ലാ ക്ലീൻ കക്ഷി പെർഫെക്റ്റ് മറ്റവനെ കൊണ്ടുപാടോ. അവനിലൂടെ എന്താ നടക്കുന്നതെന്ന് കാണിക്ക്. ഞാൻ പറയട്ടെ, ദൈവം ചതഞ്ഞ ഓടെ ഓടിക്കാത്തവൻ, പുകയുന്ന തിരിയെ കെടുത്താത്തവൻ ദൈവം അനുകൂലമെങ്കിൽ പുള്ളിയുടെ കാര്യം പറയാതെ ഞാൻ വെല്ലുവിളിച്ചു പറയട്ടെ, ഈ പുസ്തകത്തിൽ ദൈവം ഉപയോഗിച്ച എല്ലാവരും അടഞ്ഞ മാന്യന്മാരല്ല, ഉടഞ്ഞ പാത്രങ്ങളാണ്. ഉടഞ്ഞ പാത്രങ്ങളാ. കൈയടിക്ക, നിങ്ങൾ നേരെ കരങ്ങൾ അടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഠിന ഹൃദയര്, കഠിന ഹൃദയര് 10,000-ങ്ങളെ ലക്ഷങ്ങളെ കൊന്ന് അസ്ഥികൾ കൊണ്ട് പിരമിഡും സ്തോത്രം അതെ തലയോട്ടികൾ കൊണ്ട് പിരമിഡും മറ്റും പണിയുന്നവർ അശൂർ. കഠിന ഹൃദയങ്ങൾ, ആമാര ഹൃദയം. 1-2 കുടുംബമല്ല, 1-2 വ്യക്തികളല്ല, 1,20,000 പേരെ മാനസാന്തരപ്പെടുത്തി. ഒറിജിനൽ ടെക്സ്റ്റ് പറയുന്നു 1,20,000 മുതിർന്നവരാണ്, കുഞ്ഞുങ്ങളെ കൂട്ടിയിട്ടില്ല. 5 ലക്ഷം കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബൈബിളിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ പട്ടണത്തിൽ നടന്നു. ബൈബിളിലെ ഏറ്റവും വലിയ മാറ്റം ആ പട്ടണത്തിലൂടെ നടന്നു. യെസ്, യെസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒരു നാറ്റ കേസിലൂടെ ആ പുള്ളിയെ നമ്മുടെ കൺവെൻഷൻ വിളിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. ആ പുള്ളിയെ നമ്മുടെ കൺവെൻഷൻ ആ പുള്ളിയെ നമ്മുടെ കോൺഫറൻസിന് കയറ്റാനും പറ്റത്തില്ല. കാരണം പുള്ളി നാറ്റ കേസാണ്. പക്ഷെ ദൈവം പറയുന്നോ, ആ കൺവെൻഷൻ അവനെ പറ്റത്തുള്ളൂ. ആ സിറ്റി മാറ്റാൻ അവനെ കൊണ്ടേ പറ്റത്തുള്ളൂ. കാരണം അവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. മറ്റവന്റെ തിയറിയുള്ളൂ, മറ്റവന് 7 പോയിന്റ് 12 പോയിന്റ് തിയറിയുള്ളൂ. ഇവന്റെ ലൈഫ് ഒരു മെസ്സേജ് ആണ്. അവന്റെ യോനയുടെ ലൈഫ് മെസ്സേജ് ആണ്. ഹല്ലേലൂയ. യോനയുടെ ഞാൻ നിർത്തി, സ്തോത്രം, ഞാൻ നിർത്തി. നിന്റെ ലൈഫ് ഒരു മെസ്സേജായി തീരണം. ഒരു മിറക്കിൾ കണ്ട് കൈയടിച്ചു പോകല്ല. ദൈവം മിറക്കിൾ ചെയ്തെങ്കിൽ അപ്പുറത്തൊരു മെസ്സേജും കൂടെ നിന്നിലൂടെ പുറത്തു വരാനാണ്. ദൈവം നിനക്ക് വേണ്ടി ഒരു മിറക്കിൾ ചെയ്തെങ്കിൽ അതിനപ്പുറത്തൊരു മെസ്സേജും കൂടെ ദൈവകൃപകൾ പുറത്തു വരുവാനാണ്. യേശുവിന്റെ നാമത്തിൽ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. കഠിന ഹൃദയം, അശുര രാജ്യം, എൻ്റെ തലസ്ഥാനമാകുന്ന നിലവെ എഴുന്നേറ്റ് നോക്കുമ്പോ എന്നതാ ഒരു ലിവിങ് മിറക്കിളായി നിൽക്കുകയാണ്. ലിവിങ് മിറക്കിൾ. അവന്റെ പ്രസംഗം മാത്രം കേട്ടത് കൊണ്ടല്ല. അവനെ നിന്റെ ബോഡി എന്നാ ഇങ്ങനെയായത്, നിന്റെ ബോഡി എന്താ ഇങ്ങനെ ഒരു വല്ലാത്ത ഷേപ്പിൽ, ഒരു വല്ലാത്ത ഫ്രഞ്ച് പെർഫ്യൂം അല്ല, ഒരു ഭയങ്കര നാറ്റ കേസാണ്. ഫ്രഞ്ച് പെർഫ്യൂം ഭയങ്കര സ്തോത്രം, അത് മണമല്ലയോ. ചില പെർഫ്യൂം അടിക്കുമ്പോൾ ആർക്കൊക്കെയോ തലവേദന വരുന്നു, അത് വേറെ കാര്യം. പക്ഷേ സ്തോത്രം, ഇതൊരു വല്ലാത്ത നാറ്റ കേസ്. നിനക്ക് എങ്ങനെയാ, നീ എങ്ങനെയാ ഇങ്ങനെ ഒരു വല്ലാത്ത ഷേപ്പായത്? എടോ, സുവിശേഷ വേല എന്ന് പറയുന്ന തിയറി അല്ലടോ. സുവിശേഷ വേല എന്ന് പറയുന്ന വെള്ളയിട്ട് മറ്റേ വിറപ്പിക്കുന്ന തിയറി അല്ലടോ. സുവിശേഷ വേല എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ വലിയ കവറിൽ മറ്റേ കെട്ടുകണക്കിന് നോട്ട് വാങ്ങി പള്ള വീർപ്പിക്കുന്നത് അല്ലടോ. സുവിശേഷ വേല എന്ന് പറയുന്ന ലൈഫാണോ സുവിശേഷ വേല? ജീവിതമാണ് സുവിശേഷ വേല. ഇവൻ ആ ലൈഫുണ്ട്. വന്നത് മീനിന്റെ വയറ്റിൽ നിന്നാണ്. പക്ഷെ എഴുന്നേറ്റ് നിന്നപ്പോൾ അവൻ എന്ത് പറഞ്ഞാലും യവന്മാര് വിശ്വസിക്കും. ഉപവാസം ഞങ്ങള് മാത്രമല്ല, ഞങ്ങളുടെ മൃഗങ്ങളും കൂടെ ഉപവസിക്കുക. കാരണം ഇവന് ലൈഫുണ്ട്. ഞാൻ നിർത്തി. അവൻ മാറിയത് ആ പട്ടണത്തെ തന്നെ മാറ്റാനാണ്. നാറ്റത്തിൽ നിന്ന് യോനയുടെ ജീവിതം മാറ്റത്തിലേക്ക്. ഇന്ന് പകൽ നീ നാറിക്കിടക്കുന്നെങ്കിൽ നിന്നിലൂടെ ഒരു മാറ്റം, ലക്ഷക്കണക്കിന് ആത്മാക്കൾക്ക് നിന്നിലൂടെ ഒരു മാറ്റം നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നു. 2 കരങ്ങൾ ഉയർത്തിക്ക. ആര് കുനിഞ്ഞു നിൽക്കാതെ 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, ഉപയോഗിക്കാൻ കർത്താവേ, അങ്ങയുടെ നാമത്തിന് മഹത്വത്തിന് ഉപയോഗിക്കണമേ. യോന കടലാനയുടെ വയറ്റിലിരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിക്കുള്ളിലിരിക്കും. ചത്ത യോന ജീവനോട് എഴുന്നേറ്റ് പുറത്തു വന്ന പോലെ, ചത്ത യോന ജീവനോട് എഴുന്നേറ്റ് പുറത്തു വന്നതുപോലെ ചത്തിരിക്കുന്ന അനുഭവങ്ങളുണ്ടോ? ജീവൻ പ്രാപിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുക. കമോൺ, 2 കരങ്ങൾ ഉയർത്തി ദൈവത്തെ നന്ദി പറഞ്ഞാണ്. You are here, moving in our midst. I worship you. You are here, walking in this place. I worship you. You are here, moving in our midst. I worship you. You are here, walking in this place. I worship you. Way maker, miracle worker, God.
the darkness, my God, that is who you are. Oh, waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. 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 Oh, that is who you are. That is who you are. That is who you are. You are waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. Waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. You are here, touching every heart. I worship you. I worship you. You are here, healing every heart. I worship you. I worship you. You are here, turning lives around. I worship you. I worship you. Oh, you are here, mending every heart. I worship you. I worship you. Hallelujah. You are waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. Waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. Oh, that is who you are. And that is who you are. That is who you are. Hallelujah. That is who you are. That is who you are. Hallelujah. Hallelujah. എല്ലാവരും ചേർന്ന് Hallelujah. Amen. Hallelujah. 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 ഒരു നിയോഗമുണ്ട്. പക്ഷെ somehow എന്റെ foolish decision, എന്റെ തെറ്റായ തീരുമാനങ്ങൾ, എന്റെ തെറ്റായ വഴികൾ, എന്റെ തെറ്റായ കപ്പലുകൾ എന്നെ ഇതാ ഒരു നാറ്റ കേസാക്കി എന്ന് ഇന്നലകളിൽ അബദ്ധം പറ്റിയെങ്കിലും ഇന്നലത്തെ അബദ്ധത്തിൽ നിന്ന് ഇന്നൊരു സുബദ്ധം നൽകി നാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്ന കർത്താവിന്റെ കരം ഇന്ന് പകൽ നിന്നെ ഉയർത്തുകയാണ്. നിയോഗമുള്ളവൻ നശിക്കത്തില്ല. നിയോഗമുള്ള കുട്ടികൾ നശിക്കത്തില്ല. നിയോഗമുള്ള ജീവിതങ്ങൾ, കുടുംബങ്ങൾ നശിക്കത്തില്ല. അവ പുറത്തു വരും.
അത്ഭുത വിഷയമായി ദേശങ്ങളുടെ മധ്യത്തിൽ നിൽക്കും. വിശ്വസിക്കുന്നവർ അധരങ്ങളെ തുറന്ന് ആരാധിക്കും, സ്തുതിക്കും. നിയോഗമുള്ളവൻ അത്ഭുത വിഷയമായി പട്ടണത്തിൻ്റെ മുൻപിൽ, രാജ്യങ്ങളുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കും. നിന്റെ അഭിഷേകം നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല യോനെ. നിന്റെ അഭിഷേകം നിന്നിൽ മാത്രം ഒതുങ്ങത്തില്ല. നിന്റെ അഭിഷേകം നിന്റെ ദേശത്തിൽ മാത്രം ഒതുങ്ങത്തില്ല. നിന്റെ അഭിഷേകം നിന്റെ ശത്രുക്കൾക്ക് പോലും, ശത്രുവായ അശൂരിന് പോലും നീ ഒരു അനുഗ്രഹമാണ്. നിന്റെ ശത്രുക്കൾക്ക് പോലും നീ ഒരു അനുഗ്രഹമാണ്. നീ പുറത്തു വന്നത്, നീ മാറിയത് മറ്റുള്ളവരെ മാറ്റുവാനാണ്. യോനെ, നീ പുറത്തു വന്നത് ആ പട്ടണത്തെ നാശത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനാണ്. നീ നശിക്കാതെ പുറത്തു വന്നത് ആ പട്ടണത്തെ നാശത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനാണ്. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ നശിക്കേണ്ട കാലം കഴിഞ്ഞു. പക്ഷെ നീ ഞാൻ നശിച്ചില്ല. എത്രയൊക്കെ നന്ദി പറയാൻ പറ്റും. നീ പോലും വിചാരിച്ചു ഞാൻ നശിച്ചു, പക്ഷെ ദൈവം നിന്നെ നശിപ്പിക്കാൻ വിട്ടുകൊടുത്തില്ല. ആ നാശത്തിൽ നിന്നും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ നശിക്കുന്ന ലക്ഷങ്ങളെ പുറത്ത് കൊണ്ടുവരുവാൻ വേണ്ടിയാണ്. യോന മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നതുപോലെ മനുഷ്യപുത്രൻ കല്ലറിയിൽ നിന്ന് പുറത്തു വന്നു. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കുന്നത് കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ സകല വിഷയത്തിൽ നിന്ന് നീ പുറത്തു വരും. നീ നാറി തുടരത്തില്ല. ഒരു മാറ്റം നിന്റെ മുൻപിലുണ്ട്. ഒരു മാറ്റം നിന്റെ മുൻപിലുണ്ട്. ഒരു വലിയ മാറ്റം. നിനക്ക് പോലും അവിശ്വസനീയമായ, നിനക്ക് പോലും അത്ഭുതമായി തോന്നുന്ന ഒരു മാറ്റം നിന്നിലുണ്ട്. അത് സംഭവിക്കുന്നു. ഇന്ന് പകൽ മുതൽ, ഇപ്പോൾ മുതൽ അത് ആരംഭിക്കുകയാണ്. ആ മാറ്റം അനേകായിരങ്ങളെ, ലക്ഷങ്ങളെ മാറ്റുവാൻ വേണ്ടിയാണ്. നാറ്റത്തിൽ നിന്ന് മാറ്റത്തിലേക്ക്. പിതാവേ, എൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ദൂത് പറഞ്ഞതിനേക്കാൾ പറവാനുള്ളത് അധികം. തുടർന്ന് ദൈവാത്മാവ് വഴി നടത്തിയാട്ടെ. അശൂരിൻ്റെ ക്യാപിറ്റൽ നിനിവേ പട്ടണം യോനെ ഒരു അടയാളമായി കണ്ടതുപോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, വിടുതലിൻ്റെ അടയാളമായി നിന്റെ മക്കൾ നിൽക്കട്ടെ. അത്ഭുതങ്ങളുടെ അടയാളമായി നിൽക്കട്ടെ. സൗഖ്യത്തിൻ്റെ അടയാളമായി. യെസ്, അവിടെ ഏതൊക്കെ വിഷയങ്ങളിലാണോ വിഷമിക്കുന്നത് അതിലെല്ലാം വിടുതൽ പ്രാപിച്ച് ഒരു ജയത്തിൻ്റെ, ദൈവ ജയത്തിൻ്റെ അടയാളമായി തല ഉയർത്തിയവർ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരുടെ മുൻപിലും ഇവിടെ തല കുനിയരുത്. കൃപയിൽ സൂക്ഷിക്കും. എല്ലാ മഹത്വം അങ്ങേക്ക് അനുഗ്രഹിച്ചയക്കുന്നു. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.